ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു യാത്ര പോകുന്നുണ്ട്. എവിടേക്കാന്ന് വെച്ചാൽ എൻ്റെ നാട്ടിൽ നിന്ന് കുറച്ച് ദൂരത്തേക്ക് മുക്കം കഴിഞ്ഞ് കക്കാടംപൊയിൽ ഭാഗത്തേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര പോണത്. അപ്പോൾ ഇന്നൊരു ചെറിയൊരു ട്രാവലർ വീഡിയോസ് ഇടാൻ തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ ഇന്ന് അങ്ങനത്തെ ഒരു വ്ളോഗ് ഇടാൻ പോവാണ്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്തിട്ടായിരിക്കും ഇടാൻ പോണത്. ചെറിയ ചെറിയ മ്യൂസിക്കൊക്കെ കയറ്റും. ഓക്കെ, അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ വിഷയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ചെറിയ ഷോർട്ട് മ്യൂസിക്കുകൾ മാത്രമേ ഇതിൽ ഇടാൻ മതിയാവുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ എടുത്തതെന്ന് വെച്ചാൽ ഹെൽമെറ്റ് എടുത്ത്, മെയിൻ ഹെൽമെറ്റാണ്. പിന്നെ ഒരു കുട ഉണ്ട്, റെയിൻ കോട്ടുണ്ട്, അവിടെ നിന്ന് ഇപ്പോൾ ട്രക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു ചെരുപ്പുണ്ട്. ഓക്കെ, അഥവാ മഴ പെയ്തുണ്ടെങ്കിൽ ഷൂ അയച്ച് ചെരുപ്പിടും. പിന്നെ നമ്മളെ പഴയ ഗ്ലാസ്, നമ്മളിപ്പോൾ പുതിയ ഗ്ലാസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ലഗേജ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അവിടെ എത്തിയിട്ട് കാഴ്ചകൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് ഞാനൊരു ജസ്റ്റ് ക്ലിപ്പൊക്കെ എടുത്തിട്ട് ആഡ് ചെയ്യും. ഇവിടുന്ന് കുറച്ച് അപ്പുറത്ത് എത്തിയിട്ട് കുറച്ച് ക്ലിപ്പ് ആഡ് ചെയ്യും. പിന്നെ കുറച്ചുകൂടി അപ്പുറത്ത് എത്തിയിട്ട് കുറച്ചുകൂടി ക്ലിപ്പ് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ നാട്ടിൽ നീലാകാശമൊക്കെയാണ്. നീലാകാശവും വേറെ ഒന്നുമില്ല. അപ്പോൾ മഴ പെയ്യാനുള്ള ഒരു കാലാവസ്ഥ ഇവിടെ എവിടെയും കാണുന്നില്ല. അപ്പോൾ നമ്മൾ കൊടും കാട്ടിലേക്കാണ് പോകാൻ പോകുന്നത്. കൊടും കാടായിരിക്കും. എനിക്ക് കുറേ സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഞാൻ ഇതിന് മുന്നേ പോയത് കൊണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, ഇതാണ് എൻ്റെ മാന്തിയ പൂച്ച, ഇത് തള്ളപ്പൂച്ച. ഇതിന് കുറച്ച് കുട്ടികളുണ്ട്. ഇതൊക്കെ കുട്ടികളാണ് അതിൻ്റെ, വെറുതെ ഒന്ന് കാണിച്ചു തന്നാണ്. ഇതാണ് നമ്മളെ പുതിയ ഗ്ലാസ്. ഈ ഗ്ലാസ് നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഇടും. ഓക്കെ, ഇനി നമുക്ക് യാത്ര തുടങ്ങാൻ പോവാണ്. ഓക്കെ, ആദ്യം നമുക്ക് പെട്രോൾ അടിക്കണം. ആദ്യം നമ്മൾ പെട്രോൾ അടിക്കുക, നമ്മൾ യാത്ര തുടങ്ങാം. ആദ്യം നേരെ പമ്പിലേക്ക് പോകണം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇനി നമ്മളിങ്ങനെ യാത്ര തുടങ്ങാൻ പോവാണ്. ഈ വീഡിയോസ് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ഒരു പ്രകൃതി, അടിപൊളി പ്രകൃതി. ചിലപ്പോൾ കോടൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്തെങ്കിലുമൊക്കെ അടിപൊളിയായിരിക്കും എൻ്റെ വ്ളോഗ്. ഞാൻ അങ്ങനത്തെ രീതിയിലാണ് എടുക്കുക. ഓക്കെ, നമ്മൾ തുടങ്ങാം. നമ്മളെ ഇങ്ങോട്ട് കയറാൻ പോവാണ്. അപ്പോൾ നമ്മൾ നാട് വിട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നാട് വിട്ട് പോയി. ഇനി പമ്പിൽ ആദ്യം എത്തി, പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് ഇങ്ങനെ പോയി. പിന്നെ ഏകദേശം മെയിൻ ടൗണിലൊക്കെ എത്തുമ്പോൾ, മെയിനായിട്ടുള്ള ടൗണിൽ എത്തുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, അവിടെ ജസ്റ്റ് ക്ലിപ്പായിട്ട് വ്ളോഗ് എടുക്കും. എന്നിട്ട് അതെടുത്ത് വെച്ച് വീട്ടിലെത്തിയിട്ട് ഒക്കെപ്പാടെ കൂട്ടി യോജിപ്പിച്ചിട്ട് അങ്ങോട്ട് അപ്ലോഡ് ചെയ്യും. നമ്മളെ നാട്ടിലൊക്കെ നല്ല വെയിലാണ്. നമ്മളിത് പമ്പിലെത്തി. നമ്മൾ പെട്രോൾ അടിക്കണം. നമ്മൾ പെട്രോൾ അടിക്കുകയാണ്. ഭായ്, തുമാരാ നാം ക്യാ? നമുക്ക് പേര് പറയാൻ താല്പര്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോവും. ഓക്കെ, വണ്ടി കഴുകിയിട്ടൊന്നുമില്ല. നമുക്ക് ഏതേ വെള്ളച്ചാട്ടമൊക്കെ കിട്ടുകയാണെങ്കിൽ വണ്ടി കഴുകിക്കളാം. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ വെള്ളച്ചാട്ടം കിട്ടുകയാണെങ്കിൽ അവിടെ നിർത്തി നമ്മൾ വണ്ടി കഴുകിക്കളാം. നമ്മൾ പെട്രോൾ അടിച്ച് കഴിഞ്ഞ് നമുക്ക് പോവാൻ വിടുന്നു. എത്ര കട്ട ഉണ്ട് നോക്കാം. നമുക്ക് ഒരു 3 കട്ട കാണിക്കുന്നുണ്ട്. സമാധാനം. ലൈഫിൽ റിസ്ക് എടുക്കണം. ഇതിൽ കുറച്ച് ഉണ്ടേനു, അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മളിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. ചിലപ്പോൾ വഴി കുടുങ്ങിയാലും നമ്മൾ വീട്ടിലേക്ക് വിളിച്ചാൽ നമുക്ക് രക്ഷപ്പെടാം. ഓക്കെ,
ഒരു ജസ്റ്റ് ഒരു ട്രാവലിംഗ് വീഡിയോസ് എൻ്റെ ചാനലിൽ ഇടാൻ തോന്നി. അതുകൊണ്ട് മാത്രം ഇന്ന് നമ്മൾ എനിക്കാണെങ്കിൽ പ്രകൃതി കാണാനായിട്ടാണെങ്കിൽ എനിക്ക് ഒരു മനസ്സിനൊരു അസ്വസ്ഥത. ഞാൻ കൊല്ലത്തിലൊരിക്കലൊന്നല്ല, എത്ര ഇഷ്ടംപോലെ വട്ടം ഇങ്ങനെ പോണ സ്ഥലത്തേക്കാണ് ഇന്ന് പോകാൻ പോണേ. ഇതിപ്പോൾ ഒരു യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് പറയുകയാണ് അങ്ങോട്ട് പോ. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കൂടി കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോകും. കുറേ അപ്പുറത്തെത്തിയിട്ടാണ് ഇനി അടുത്ത ഷോട്ട് എടുക്കാൻ പോണത്. ഓക്കെ, എല്ലാവരും ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, പുതിയ യൂട്യൂബറാണ്. പുതിയ ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഹലോ, ഐ ആം അനസ് വ്ലോഗ് 21. ഇപ്പം മാവൂർ ടൗൺ എത്തി. ഇപ്പം മാവൂർ ടൗൺ ആണെങ്കിൽ ഇപ്പം എൻ്റെ ക്യാമറയിൽ കാണുന്നത്. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ സ്ട്രൈറ്റ് പോകാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് നമ്മളുടെ ഗോളിയോറൻസ്. ഇവിടുന്ന് ആ ഒരു വ്ളോഗ് എടുക്കാൻ നോക്കിയിരുന്നു, പക്ഷേ സമ്മതിച്ചില്ല. ഇതൊക്കെ നമ്മുടെ ഗോളിയോറൻസ് ആണ്. ഇതായി കാണുന്നതൊക്കെ ഒരു ഫാക്ടറി ആയിരുന്നത്. ഇതൊക്കെ പൊട്ടിപ്പോയി, രക്ഷയില്ല. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കൂല. ഞാൻ ഇപ്പോൾ സെറ്റായിട്ടുണ്ടാവും. ഞാനിപ്പോൾ യൂട്യൂബർ ആവാൻ ചാൻസ് ഇല്ല. ഞാൻ വേറെ ഒരു വലിയ ഹൈ റേഞ്ച് ഒരു ഉദ്യോഗസ്ഥനായിട്ടോ ഈ കമ്പനിയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം. പക്ഷേ ഈ കമ്പനിയൊക്കെ പൊട്ടിപ്പോയ സ്ഥിതിക്ക് കുറേ പേരുടെ തൊഴിൽ അവസരങ്ങളാണ് മുടങ്ങിപ്പോയത്. ഇവിടെയൊക്കെ നല്ല വെയിലാണ്. ഓക്കെ, കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയ ചിലപ്പോൾ നമുക്ക് കോട കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. മിനിയല്ല, ഒരു ഹൈ ലെവല്, ഹൈ റേഞ്ചിലേക്കാണ് നമ്മളിന്ന് കയറാൻ പോണത്. ഇപ്പോൾ നേരെ എൻ്റെ ക്യാമറയിൽ കാണുന്നതാണ് എളമരം പാലം. പുതിയ വന്ന പാലമാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ മുന്നിൽ കാണുന്നത് ഒരു ചാലിയാറാണ്. ഓക്കെ, ഇനി നമ്മളിങ്ങനെ നേരെ പോവും. ഇനി കുറച്ച് അങ്ങ് അകലെ എത്തിയിട്ട് അടുത്ത കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, അടുത്ത അടിപൊളി കാഴ്ചകൾ എത്തുമ്പോൾ ഞാൻ അത് വീഡിയോ എടുക്കാം. ഓക്കെ, ഇവിടെയൊക്കെ നല്ല ഒരു ചൂടുള്ള കാലാവസ്ഥയാണ്. നമ്മളിപ്പോൾ നേരെ വന്നു കഴിഞ്ഞാൽ എത്തുന്ന ടൗണാണ് കൂളിമാട്. അപ്പോൾ കൂളിമാടിൽ നിന്ന് നമ്മൾ നേരെ പോകണം. ഇങ്ങോട്ടേക്ക് പോയാൽ നമ്മൾ മുക്കത്തേ എത്തുള്ളൂ. ഇവിടുന്ന് നേരെ പോയാൽ നമ്മൾ കക്കാടംപൊയിൽ റൂട്ട് നേരെയാണ്. അപ്പോൾ സിമ്പിൾ വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഇടവഴിക്കടവ് പാലം എത്തി. ഈ പാലം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകും. ഇപ്പം നമ്മൾ ചുള്ളിക്കാമ്പറമ്പ് എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് നമ്മൾ നേരെ പോകും. ഇപ്പം നമ്മൾ പന്നിക്കോട് എന്ന് പറഞ്ഞ ജംഗ്ഷൻ എത്തി. ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്യും. അങ്ങനെ ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് നമ്മൾ വന്ന വഴിന്ന് ചുള്ളിക്കമ്പറമ്പ് വന്ന വഴിന്ന് ലെഫ്റ്റ് കട്ട് ചെയ്ത് നമ്മൾ നേരെ പോകുന്നത് മുക്കം റൂട്ടിലേക്കാണ്. ഇത് മുക്കം റോഡാണ്. ഓക്കെ, ഇവിടുന്ന് നേരെ പോയാൽ നമ്മളെ മുക്കം ജംഗ്ഷൻ എത്തി. എങ്ങോട്ടെങ്കിലും പോണം, നാട്ടിൽ നിന്നിട്ട് കാര്യമില്ലമ്മേ. ഗൈസ്, ഇവിടുന്ന് അങ്ങ് ദൂരെ കാണുന്നത് ഒരു മിനി ഹൈ റേഞ്ചുകളൊക്കെയാണ്. അതിനെക്കാട്ടി ഡബിൾ ഹൈ റേഞ്ചിലേക്കാണ് നമ്മൾ ഇന്ന് കയറാൻ പോണത്. അതിനെക്കാട്ടി ഹൈ റേഞ്ചിലേക്കാണ് ഇന്ന് കയറാൻ പോണത്. മാക്സിമം ലൈക്ക് അടിക്കണം. ഒന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതാണ്. ഓക്കെ, നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, അതാ കാണുന്ന
ചെറിയ ചെറിയ ഒരു മലകൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ മെയിൻ NH-ലെത്തി. NH ഹൈവേ ആണിത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മളിങ്ങനെ നേരെ പോകും. ഈ ടൗണിൻ്റെ പേര് പറയാൻ വിട്ടുപോയി. ഈ ടൗണിൻ്റെ പേര് നെല്ലിക്കാമ്പറമ്പ് എന്നാണ്. നെല്ലിക്കാമ്പറമ്പിലാണ് നമ്മളിപ്പോൾ വന്ന വഴിന്ന് നേരെ ചാടുന്ന റോഡ്. ആ റോഡിലാണ് ഉള്ളത്. നമ്മളിങ്ങനെ നേരെ പോന്നു കഴിഞ്ഞാൽ ഇനി നമ്മൾ മെയിൻ എൻട്രൻസിലേക്കാണ് കയറാൻ പോണത്. ഇത് കണ്ടാൽ മനസ്സിലാവും. നേരെ പോയാൽ നമ്മൾ താമരശ്ശേരി എത്തും, ലെഫ്റ്റ് പോയാൽ നമ്മൾ കൊടിയത്തൂർ. നമുക്ക് പോകേണ്ടത് കൂടരഞ്ഞിക്കാണ്. ഇവിടുന്ന് റൈറ്റാണ്. ഇവിടുന്ന് നമ്മളിങ്ങനെ നേരെ പോയിട്ട് അവിടുന്ന് റൈറ്റ് കട്ട് ചെയ്യും. ഓക്കെ, നമ്മളിതാ ആ മുന്നിലൊരു ബസ് വരുന്നത് കാണാം. നമുക്ക് ആ ബസ് വരുന്നത് കാണാം. ആ വഴിക്ക് ഇതാ ഈ വഴിയിലേക്കാണ് നമ്മൾ കയറാൻ പോണത്. ഇതാ ഈ വഴി നേരെ ചെന്നെത്തുന്നത് കൂടരഞ്ഞിയിലേക്കാണ്. നേരെ പോയാൽ കൂടരഞ്ഞി എത്തും. അവിടുന്ന് നമ്മൾ കുറച്ചുകൂടിയും ആലോചിച്ച് തീരുമാനം എടുക്കാനുണ്ട്. എനിക്ക് വഴി കറക്റ്റ് സ്ഥലങ്ങൾ ഓർമ്മയില്ലെങ്കിലും വഴി എനിക്ക് ഓർമ്മയുണ്ട്. ഓക്കെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഓർമ്മകളാണ് പലരെയും ജീവിക്കാൻ പ്രേരിപ്പിക്കാറ്. എന്ത് മനോഹരമായി ഈ യാത്രകൾ ചെയ്യാനറിയോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ യാത്രകൾ ചെയ്യണം, എന്നാലേ മനസ്സിനൊരു സമാധാനം ഉണ്ടാവും. ഇന്നിപ്പോൾ ലീവൊക്കെ ആയ സ്ഥിതിക്ക് നമുക്ക് യാത്രാ ബ്ലോഗ് ഇടാൻ തോന്നി. ഇതിൽ ഫുള്ള് വലിയ വലിയ ലോറികളാണ് വരിക. ഈ കല്ലൊക്കെ എടുക്കുന്ന ഏരിയയാണ്. ഈ കോറികളുള്ള ഏരിയയിലാണ് ഈ റൂട്ടായതിനോട് നമുക്ക് നല്ല ലോറികളൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിപ്പോൾ ചെന്നെത്തുന്ന ടൗൺ മെയിൻ ഒരു ടൗണാണ്. ഈ ടൗണിൻ്റെ പേരാണ് ആനയാം കുന്ന്. ആനയാം കുന്നെന്നും നമ്മൾ നേരെ പോകണം. നമ്മളിപ്പോൾ നേരെ വന്നു കഴിഞ്ഞാൽ ഒരു 3 കൂടി ജംഗ്ഷൻ എത്തും. ഒരു മുരിഞ്ഞപ്പുറായി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഒരു മുരിഞ്ഞപ്പുറായി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് നമ്മൾ അവിടുന്ന് ഇങ്ങനെ നേരെ വരികയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് കട്ട് ചെയ്തിട്ട് വേണം പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ലെഫ്റ്റ് കട്ട് ചെയ്തു. ഇതാണ് മുരിഞ്ഞപ്പുറായി എന്ന് പറഞ്ഞ ടൗൺ. ഇതാ കാണിച്ചു തരാം. മുരിഞ്ഞപ്പുറായി എന്ന് പറഞ്ഞ റൂട്ടിൽ കൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി കാഴ്ചകൾ ഇങ്ങനെ കൺകുളിർമ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഫുൾ വാഴത്തോട്ടമായി മാറി, പക്ഷേ നല്ല കാഴ്ചകൾ ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പോകുമ്പോൾ ഇവിടെയാണ് നമ്മളെ ക്രഷർ വരുന്നത് തോന്നുന്നത്. ഞങ്ങൾക്ക് ലോറി കാണാം. ഇതാ വലിയൊരു ലോറി. 1 2 3 4 5 6 7 8 9 10 11 12 വീല് ടാറ്റൻ്റെ അടിപൊളി ഒരു ലോറിയാണ് ഈ കാണുന്നത്. ഇങ്ങോട്ടേക്കാണ് ക്രഷർ എന്ന് തോന്നുന്നു. അപ്പോൾ അതങ്ങനെ നോക്കുമ്പോൾ നല്ല ഡബ്ബർ തോട്ടങ്ങളൊക്കെ കാണാം. ഇനിയും നല്ല അതിമനോഹരമായ കാഴ്ചകൾ നമ്മൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഞങ്ങളൊക്കെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. ഗൈസ്, നമുക്ക് കോട കിട്ടുമോന്ന് അറിയില്ല കേട്ടോ. മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിഫ്രഷ് ആക്കി ഒന്ന് ക്ലീനായി ശാന്തിയായിട്ട് തിരിച്ചുവരാം. ഗൈസ്, ഒരു ചെറിയൊരു മല കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യാൻ തോന്നി. അതാ ഒരു വലിയൊരു മലയാണ് കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, നമ്മളിതങ്ങനെ നേരെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. കാണുമ്പോൾ ഇതുവരെ പോകാത്ത വഴിയുമാരിണ്ട്. കുറേ ആയി ഇതിലൊക്കെ പോകുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുറച്ചൊക്കെ ഒരു ഉള്ളേരിയയിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്.
ഇതാ അടിപൊളി ഒരു മല കാണിച്ചു തരാം. അതാ ഇതിനെക്കാട്ടിയും വലിയ മലകൾ ഇങ്ങനെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്തുകൂടെ ഞാൻ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 3 കട്ട പെട്രോൾ ഉണ്ട്, ഞാനും ഉണ്ട്. സോളോ ട്രിപ്പ്, സോളോ. ഒരു ബസ്സൊക്കെ വരുന്ന റൂട്ടാ തോന്നുന്നു, ബസ്സുകളൊക്കെ ഉണ്ട്. അടിപൊളി ഒരു കൈതച്ചക്കൻ്റെ തോട്ടം കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതൊക്കെ കൈതച്ചക്കയാണ് എൻ്റെ ക്യാമറയിൽ കാണുന്നത്. ഞാൻ അതവിടെ നിർത്തിയിട്ട് കാണിച്ചു തരാം. നിർത്തി കഴിഞ്ഞാൽ വണ്ടി ഓഫാവും, അതിനൊരു മാറ്റവും ഇല്ല. ഇതാണ് നമ്മളുടെ കൈതച്ചക്ക തോട്ടം. നമ്മളെ നാട്ടിലെ കൈതച്ചക്കൻ്റെ തോട്ടമാണ്. ഞാനിങ്ങനെ വന്നപ്പോൾ ഷൂട്ട് ചെയ്യാൻ തോന്നി. ഞാൻ ഇതുവഴി ഇങ്ങനെ പോകുമ്പോൾ ഒരു കൈതച്ചക്ക തോട്ടം കണ്ടു. അതിമനോഹരമായ തോട്ടമാണ്. അപ്പോൾ എല്ലാവർക്കും കക്കാടംപൊയിലേക്കൊക്കെ നാളെ ഞായറാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടേക്കൊക്കെ വരികയാണെങ്കിൽ ഞാൻ വന്ന വഴിക്കൂടെയൊക്കെ ഒന്ന് വരിക. അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പറ്റും, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എല്ലാവരും ലൈക്ക് അടിക്കണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് പുതിയ സൺഗ്ലാസ് ആണ്, പുതിയ ഷർട്ടാണ്, ഇതൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പബ്ലിക്ക് പോകുമ്പോൾ ഈ ഗ്ലാസ് ആയിരിക്കും നമ്മളെ കൈമേൽ ഉണ്ടാവുക. ഓക്കെ, ജസ്റ്റ് ഒരു ചേഞ്ചാണ്. ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ പണിയെടുത്ത പൈസ കിട്ടുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ഞാൻ കുറച്ചിങ്ങനെ മുന്നോട്ടേക്ക് പോന്നപ്പോൾ ഫുൾ കൈതച്ചക്കൻ്റെ തോട്ടമായി. ഫുൾ ഇതവിടെ ഒരു കോളേജൊക്കെ ഉണ്ട്, IHRD, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഗവൺമെൻറ് ഓഫ് കേരള ആണ് ഇവിടെ ഉള്ളത്. അതാണ് എൻ്റെ ലാൻഡ്മാർക്ക്. ആ വഴിക്കൂടെയാണ് ഞാൻ പോരുന്നത്. ആ വഴി നിങ്ങൾക്ക് വരികയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ കൈതച്ചക്ക തോട്ടം കാണാം. അപ്പോൾ ഇനിയും നമ്മൾ യാത്ര തുടരാണ്. ഇനിയും നമ്മൾ യാത്ര തുടർന്നിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇനിയും അടിപൊളി കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യാം. ഇങ്ങനെ പോകുമ്പോൾ ഫുൾ ഡബ്ബർ തോട്ടമാണ് അടുത്ത കാഴ്ച വരുന്നത്. പിന്നെ ഇവിടേക്ക് നോക്കുമ്പോൾ നല്ല മലകളും കാണാം. പിന്നെ നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫുൾ ഒരു വനത്തിലൂടെയാണ് നമ്മളത്തെ ഇന്നത്തെ യാത്ര. ഫുൾ വനം, കൊടും വനം, ഡബ്ബർ തോട്ടമുള്ള വനം. ഗൈസ്, നിങ്ങൾക്ക് നേരെ മുന്നിൽ നോക്കിയാൽ വലിയ വലിയ ഹൈ റേഞ്ചുകൾ കാണാം. വലിയ വലിയ മലകൾ, അടിപൊളി മല. എന്ത് രസമാണ് അറിയോ കാണാൻ. ഇനി നമുക്ക് വണ്ടി ഓണാക്കണ്ട. എന്താണെന്ന് വെച്ചാൽ 2 കട്ടയായി. 2 കട്ടയായ സ്ഥിതിക്ക് നമ്മളിതങ്ങനെ വണ്ടി ഓഫ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓഫ് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ല രസമൊക്കെ തന്നെയാണ്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാം, ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഇന്ന് നല്ല വെയിലാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് കിട്ടുന്നില്ല. ഇനി കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയി നോക്കാം. നമുക്ക് ആ ഫീല് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. മരഞ്ചാട്ടി എന്ന് പറഞ്ഞ ടൗണാണ് ഈ കാണുന്നത്. മരഞ്ചാട്ടി ടൗണാണ്. ഇവിടെ നമുക്ക് കക്കാടംപൊയിലേക്കൊന്ന് ചോദിച്ചു നോക്കാം. ചേട്ടാ, കക്കാടംപൊയിലേ എങ്ങനെ പോവാം? നേരെ പോയാൽ മതി. ഓക്കെ, കൂമ്പാറ എത്തും, ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക്സ്. വളച്ചു. ഇനി നമുക്ക് ഈ വഴിക്ക് നേരെ പോയാൽ നമ്മളെ കൂമ്പാറ എന്ന് പറഞ്ഞ ടൗൺ എത്തും. ഒരു ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് കൂമ്പാറ എന്ന് പറഞ്ഞ ടൗൺ എത്തും. അപ്പോൾ നമ്മൾ ഇങ്ങനെ നേരെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോഴും നല്ല തണുപ്പുള്ള കാലാവസ്ഥ കയറി വന്നിട്ടില്ല. ഞാനിപ്പോൾ വരുന്ന ടൈം 1:30 ഉച്ചക്കാണ്. നമുക്ക് വീഡിയോസ് മാക്സിമം നേരത്തെ അപ്ലോഡ് ചെയ്യണമല്ലോ, അതുകൊണ്ട് മാത്രം കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഓക്കെ, ഇതങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി നമ്മൾ നേരെ അടിപൊളി കാഴ്ചകൾ കാണുമ്പോൾ ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം ലൈക്ക് അടിക്കണം. നമ്മൾ ഈ കാണുന്ന വഴിക്കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മെയിൻ
മേലെ കൂമ്പാറ എന്ന് പറഞ്ഞ ടൗൺ എത്തി. ഇനി ഇവിടുന്ന് നമുക്ക് നേരെ പോകേണ്ടത്, നേരെയാണ് കക്കാടംപൊയിൽ സ്റ്റാർട്ടിങ് തുടങ്ങാൻ പോണത്. ഈ വയക്കൂടെ ഇങ്ങനെ പോകാൻ പോവാണ്. അതിന് മുന്നേ നമുക്ക് വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലിൽ പോയി നമുക്ക് ഫുഡ് കഴിക്കാം. ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ, വീട്ടിൽ നിന്ന് ചോറൊന്നും നിന്നില്ല, ചോറുന്നാന്നും കൊണ്ട് ഇറങ്ങിയാണ്. ചോറ് കഴിക്കുന്നുണ്ട് ഇവരൊക്കെ. ഓക്കെ, മതി കയ്യേകം. ഓക്കെ, നമുക്ക് പഠിപ്പിക്കാം. നമ്മൾ ചോറ് കഴിക്കാൻ പോവാണ്. വീട്ടിൽ നിന്ന് ചോറൊന്നും നിന്നില്ല, വ്ളോഗ് എടുത്തും കൂടെ ഇറങ്ങിയതാണ്. നമുക്ക് ചോറ് വന്നിട്ടുണ്ട്. ഒരു ഉപ്പേരി ഉണ്ട്, ഒരു കൂട്ടണ കറിയുണ്ട്, ഒരു അച്ചാറുണ്ട്, ഒരു പപ്പടമുണ്ട്, പിന്നെ 2 സൈസ് കറിയുണ്ട്. ഓക്കെ, നമുക്ക് കറി കഴിക്കാം. ഇത് മോര് കറിയാണ് തോന്നുന്നു. ആ കറി കഴിച്ച് കുറച്ച് മീൻ കറിയും കൂടി എടുത്ത് വയ്ക്കാൻ പോവാണ്. ഇനി നമുക്ക് ചോറ് കഴിക്കാം. നമുക്ക് ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പഴാണ് പിന്നെ മോരൊക്കെ ഉണ്ട്, സ്പെഷ്യൽ മോരുണ്ട്. അതിന് ആവശ്യമുള്ള ഉപ്പ് ഇടാം. പിന്നെ മീൻ പൊരിച്ചത് കിട്ടും, ഒക്കെ കിട്ടും. അപ്പോൾ ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇതൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഒരു വലിയ ഹൈ റേഞ്ച് ഹോട്ടലൊന്നുമല്ല, ഒരു ചെറിയൊരു ഹോട്ടൽ. ഓക്കെ അല്ലേ? ഓക്കെ, നമ്മൾ ചോറിന്ന് കഴിഞ്ഞ് നമുക്ക് കയ്യേക്ക് ബില്ല് ചെയ്ത് നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു ഫുഡ് വ്ളോഗൊക്കെ എൻ്റെ മാക്സിമം ലൈക്ക് അടിക്കുക. നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ബില്ല് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമ്മളെ വണ്ടി അതാ അപ്പുറത്ത് നിർത്തിയിട്ടാണ്. നമ്മൾ വണ്ടി എടുക്കുക, പോവുക, അത്ര തന്നെ. ഇനി നമുക്ക് യാത്ര തുടങ്ങാൻ പോവാണ്. സ്റ്റാമിനായി. ചോറ് ഞാൻ വീട്ടിൽ നിന്ന് തിന്നില്ലേനു, വീട്ടിൽ ചോറായില്ലേനു. കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്, ഒരു 12 മണിയാക്കുമ്പോൾ ഇറങ്ങിയാണ്. അപ്പോൾ ഇനി നമുക്കിങ്ങനെ മേലോട്ട് കയറാൻ പോവാണ്. അടിപൊളി കാഴ്ചകളായിരിക്കും ഇനി മേലെ ഉണ്ടാവുക. ഫുഡ് കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് ഹാപ്പി നമുക്ക് യാത്ര തുടങ്ങാം. ഓക്കെ, ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് തോന്നുന്നു. കുറേ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. സ്കൂളൊക്കെ ഉണ്ടാവും, ശനിയാഴ്ച സ്കൂളുണ്ട്. സ്കൂളൊക്കെ ഉണ്ട് തോന്നുന്നു ഇവിടെ. നമ്മൊരു 10 വെള്ളം വാങ്ങുന്നുണ്ട്. മല കയറാൻ പോവല്ലേ, വെള്ളത്തിന് അയച്ച് കൊയങ്ങി തല ഇറങ്ങി വീണോണ്ടോ. ഓക്കെ, എന്നാൽ 20 എടുത്തോളൂ. നമ്മൾ 20 വെള്ളം വാങ്ങി. ഓക്കെ, വലിയ ഹൈറേഞ്ചാണ് കയറാൻ പോണം. പേരെന്താ? ഹാമിസ്. ഓക്കെ, ഇവിടെ സ്കൂളൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ കുറച്ച് സ്കൂൾ സ്റ്റുഡൻസിനെ ഇതിൽ ആഡ് ചെയ്യാൻ കഴിഞ്ഞ്. അപ്പോൾ ഹായ് സ്റ്റുഡൻറ്റ്. ഓക്കെ, നമ്മൾ ഇനി യാത്ര തുടങ്ങാം. ഒരു 20 വെള്ളം വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ കക്കാടംപൊയിൽ കയറാൻ പോവാണ്. ഓക്കെ, കക്കാടംപൊയിൽ കയറാൻ പോവാണ്. ഓക്കെ, ഇതാ അവിടെ കുറേ സ്റ്റുഡൻസ് ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ ഈ സൈഡിലൊക്കെ കാണാം. ഓക്കെ, ഇതാ സൈഡിലൊക്കെ സ്റ്റുഡൻറ് ഉണ്ട്. ഇതാണ് തോന്നുന്നത് ഗൈസ് ഇവിടുത്തെ സ്റ്റുഡൻറ് സ്കൂള്. ഇത് ഫാത്തിമ മെമ്മോറിയൽ ഹൈസ്കൂളാണ് ഗൈസ്. ഫാത്തിമ മെമ്മോറിയൽ ഹൈസ്കൂളാണ്. നിങ്ങൾ അവിടുത്തെ സ്റ്റുഡൻസിനാണ് നിങ്ങൾ ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ കണ്ടത്. ഓക്കെ, ഇനി നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. അടിപൊളി കാഴ്ചകളാണ് ഞാൻ കണ്ടിരിക്കുക. പരാജയപ്പെട്ടു എന്ന് കരുതി സങ്കടപ്പെട്ട് വീടിനുള്ളിൽ അടച്ചിരിക്കുന്നു.
ഗൈസ്, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ കക്കാടംപൊയിൽ തുടങ്ങുന്ന റൂട്ടാണ്. ഇവിടെ ഒന്നും ആരും മനുഷ്യക്കുഞ്ഞ് പോലും ഇല്ല. ഓക്കെ, ഇനി കുറച്ച് നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ ചിലപ്പോൾ ആരെങ്കിലും കാണാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് യാത്ര തുടങ്ങാം. ഇനി വെള്ളമൊക്കെ എടുത്ത് ഇടുക്കിയിൽ വെക്കണം. വെള്ളമൊക്കെ വീണ് പോയാൽ പിന്നെ വെള്ളക്കൊപ്പി പൊട്ടി കഴിഞ്ഞാൽ വിഷയമാണല്ലോ. അപ്പോൾ ഇടുക്കി ഇറങ്ങാം. നല്ല തണുപ്പുള്ള വെള്ളമാണ്. വലിയ മലയല്ല കയറാൻ പോണേ, അതുകൊണ്ട് 20 റുപ്യേൻ്റെ വെള്ളം വാങ്ങി. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക. ഇനി നമ്മൾ ഹെൽമെറ്റൊക്കെ ഇട്ട് യാത്ര ചെയ്യാൻ പോവാണ്. ഓക്കെ, നമ്മളെ ഇടയ്ക്ക് വെറുതെ ഒന്ന് ഹെൽമെറ്റ് അയച്ചതാണ്, ഒന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി. ഇതുവരെ ഹെൽമെറ്റ് ഇട്ടിട്ട് വണ്ടി ഓടിച്ചപ്പോഴേ. ഓക്കെ, തുടങ്ങാൻ പോവാം. അടിപൊളി നല്ല മലകൾ കാണാം. നല്ല അടിപൊളി മലകൾ, എന്ത് രസവാ. ഓ എൻ്റെ അളിയ, ഒരു രക്ഷയില്ല കേട്ടോ. വെറുതെ ടോപ്പാവാൻ പറയല്ല, ഇത് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾ വന്നിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു വൈബ് മനസ്സിലാവുള്ളൂ. ഇതെന്താണ് ഈ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന വൈബ് എന്നുള്ളത് നിങ്ങൾക്ക് വന്ന് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവുള്ളൂ. പിന്നെ എൻ്റെ വ്ളോഗ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ ആവും. ഇൻസ്പിറേഷൻ മാത്രം, ഒരു വെറും ഇൻസ്പിറേഷൻ. ഇങ്ങോട്ട് വരാനുള്ളൊരു ഇതാ അവിടെ കണ്ടില്ലേ, ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഫുൾ മലകളാണ് കാണാൻ പോണത്. നിങ്ങൾ ചോറ് തിന്നതിനോട് നല്ല സ്റ്റാമിന ഉണ്ട്. നല്ല അടിപൊളി ചോറും കറിയും, നല്ല മോരുകറിയും, നല്ല മീൻ കറിയും, പിന്നെ ഉപ്പേരി, പിന്നെ എന്തൊക്കെയാണുള്ളത്. അവിടെ കുറേ ആൾക്കാരുള്ളതിനോട് എനിക്ക് മര്യാദയ്ക്ക് പറയാൻ കഴിഞ്ഞില്ല. അപ്പം എനിക്ക് ക്രൗഡുകളിൽ എടുത്തുള്ള പേടി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കണുള്ളൂ. നമ്മൾ അട്ടഹസിച്ച് വർത്താനം പറയുമ്പോൾ ഇതിന് ആ ഹോട്ടലിലുള്ളവരൊക്കെ എന്തോ വിചാരിക്കും, അതാണ് വിഷയം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് ഇങ്ങനെ ചെരിഞ്ഞ് മറിഞ്ഞ് പോണ റോഡാണ്. ചെരിഞ്ഞ് നമ്മളിങ്ങനെ വേറെ നമ്മളെ ഇൻ്റർസെപ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കിടത്തി വളച്ച് പോകാൻ പറ്റിയ ഒരു അടിപൊളി. ഇവിടെ ഒരു ഉറവൊക്കെ പൊട്ടി വരുന്നുണ്ട്. റോഡിൻ്റെ മുകളിൽ കുറച്ച് വെള്ളമൊക്കെ കാണുന്നുണ്ട്. നമുക്കിതാ ഈ ഒരു വളവില്ലേ, ഈ വളവിൽ ഇങ്ങനെ വണ്ടി നിർത്തിയിട്ട്, ഞാൻ പണ്ടൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ് പറയുന്നത്. പണ്ട് ഞാൻ ഇങ്ങനെ വളവ് നിന്ന് ഇവിടെ നിർത്തിയിട്ട് അതിൻ്റെ ഉള്ളോട്ടേക്ക് പോകലുണ്ട്. അവിടെ ഒരു അടിപൊളി ഒരു ചാമ്പൊക്കെ ഉണ്ട്, ഒരു കാട്ടുചാമ്പൊക്കെ. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കാണിച്ചു തരാം. ഹെൽമെറ്റ് ആയിരുന്നു ചാമ്പി പോലായിരിക്കും. ഓക്കെ, ഇതാ ഇതിൻ്റെ ഉള്ളോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി ചാമ്പൊക്കെ കാണിച്ചു തരാം. ഒരു അടിപൊളി ഒരു ചാമ്പക്കന്മാരുണ്ട്. അതിപ്പോൾ ഉണ്ടോയെന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കി നോക്കാം. അതാ ഇതും അതിൻ്റെ ഒരു മരമാണ്. ഈ മരത്തിൻ്റെ മുകളിലൊന്നും കാണുന്നില്ല. അതാ അങ്ങനത്തെ ഒരു ഇതോ ഇവിടെ ഒന്നും കാണുന്നില്ല. ഒരു ആപ്പിൾ ചാമ്പക്കൻ്റെ ടൈപ്പായിട്ടാണ്. ഇതാ ഈ മുന്നിൽ കാണുന്ന മരത്തിൻ്റെ മുകളിലാണ് ആപ്പിൾ ചാമ്പക ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ചാമ്പക ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഓക്കെ, ഒരു ചാമ്പക്ക ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ, ഒരു ചാമ്പക കണ്ടില്ലേ, ഇതവിടെ ഒരു ടൈപ്പ് ചാമ്പക. ഇത് കേട് വന്ന് ഈ നല്ലതൊന്നും ഇതിൻ്റെ മേലെ കാണുന്നില്ല, ആകെ ഒരു സിംഗിൾ വൺ. അപ്പോൾ കുറേ മുന്നേ നമ്മളിങ്ങനെ വരലുണ്ടേനു, ചെങ്ങായിമാരെ കൂടെ ഇങ്ങനെ വരലുണ്ടേനു. ഇതിപ്പോൾ ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞാൻ ഒറ്റയ്ക്കാണ് വന്ന്. ഇപ്പോൾ സീസണല്ല തോന്നുന്നു, അതുകൊണ്ട് നമുക്ക് നല്ല വലിയ വലിയ ചാമ്പക്കന്മാരങ്ങളൊന്നും അതെന്തോ പടക്കം പൊട്ടിച്ച് പേടിപ്പിച്ച്. എന്താ ചെയ്യുക, ഒരു പടക്കം പൊട്ടിയ വരെ ഞാൻ പേടിച്ച് പോകുന്നുണ്ട്. ഓക്കെ, ഇനിയും നമ്മളിങ്ങനെ മേലോട്ടേക്ക് ഹൈ റേഞ്ച് ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. ഓക്കെ, ഈ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടാണ് കയറ്റാൻ പോണേ.
ഓക്കെ. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വണ്ടിയെടുത്ത് മുന്നോട്ടേക്ക് പോവും. ഓക്കെ, നമ്മളിങ്ങനെ മേലെ വരെ ഇങ്ങനെ പോവും. പിന്നെ ഇനി നമുക്ക് കുറേ നടന്ന് കയറാനുള്ള വേറെയുണ്ട്, അതും ഈ വ്ളോഗിലുണ്ടാവും. ഓക്കെ, ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണേ. അടിപൊളി സ്ഥലം എന്ന് വെച്ചാൽ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് കക്കാടംപൊയിൽ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമായി കക്കാടംപൊയിൽ. കക്കാടംപൊയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആകെ കക്കാടംപൊയിൽ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. ഈ കാശ്മീർ, ഹിമാലയ പ്രദേശ് അവിടെ ഒന്നും ഞാൻ പോയിട്ടേ ഇല്ല. എനിക്ക് ആകെ പോയത് ഇവിടെ കക്കാടംപൊയിലൊക്കെ ഞാൻ പോയത്. അതിനോട് മാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടു പോയി, വളരെയധികം ഇഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾക്കിനെ കാണാം, ഒരു ഉറവൊക്കെ പൊട്ടി നല്ലൊരു വേറെ തന്നെ ഒരു വൈബാണ് ഇവിടെ. വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ്. ഇവിടെ വന്നവർക്ക് മാത്രമേ ഈ എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ. ഇവിടെ വന്നിട്ട് തന്നെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അല്ലാണ്ട് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ഇനി ഇങ്ങനെ അങ്ങോട്ട് പോയാലും ഒരു സ്പോട്ട് ഉണ്ട്, ഒരു അടിപൊളി സ്ഥലങ്ങളുണ്ട്. ഇതാ ബസ്സൊക്കെ വരുന്ന വഴിയാണ്. ഇതാ ബസ്സൊക്കെ കാണാം, KSRTC ബസ്സാണ്. ഓക്കെ, ബസ്സിന് വരെ പൈസ കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങളെ ബസ് കൊണ്ടുപോയിക്കോളും. ഓരോ കാഴ്ചകൾ കാണിച്ചു തരാൻ ബസ് കയറി ഇരുന്നാൽ മതി. ഞാനും കുറേ ബസ് പോയതാ. നമുക്ക് ഈ അടുത്താണ് വണ്ടിയൊക്കെ ആയത്. വണ്ടി വേറെ വണ്ടിയൊക്കെ ഉണ്ട്, കുറേ ഹൈ റേഞ്ചിൽ കയറിയതാണ്. പക്ഷേ ബസ്സിലും കുറേ യാത്ര ചെയ്തിക്കണ്. പിന്നെ ഇത് ഇടയ്ക്ക് എൻ്റെ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ആഗ്രഹം ഉണ്ടാവല്ലോ ഈ പ്രകൃതിയൊക്കെ കാണാൻ. അതുകൊണ്ട് മാത്രം നമ്മൾ ഇന്ന് ശനിയാഴ്ച ആയതിനോട് ഇന്നിപ്പോൾ ലീവാണല്ലോ, അപ്പം നമ്മൾ ഇന്നൊരു പ്രകൃതി എടുക്കാമെന്ന് വെച്ചു. ഓക്കെ, നമ്മളിപ്പോൾ പീഡികപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇതാ മുന്നിലൊരു ക്രിസ്ത്യൻസിൻ്റെ പള്ളിയൊക്കെ കാണാം. ഓക്കെ, ഇതാണ് ആ ടൗണ്. പീഡികപ്പാറ എന്ന് പറഞ്ഞ ടൗണാണ് ഇതാ ഈ കാണുന്ന ടൗൺ. ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നേരെ മേലോട്ടേക്ക് പോകും. ഓക്കെ, ഇനിയും നമ്മൾ നേരെ മേലോട്ടേക്ക് പോകും. ഓക്കെ, എനിക്കൊരോ മനയാരുമില്ല, അപ്പോഴും ദൈവം കൊണ്ട് തന്നിവളെ. വളവും ചെരുവുള്ള വഴിയാണ്, ശ്രദ്ധിച്ചിട്ട് വേണം ആൾക്കാർ വരുമ്പോൾ. പെട്ടെന്നുള്ള വളവുകൾ അങ്ങനെ അങ്ങോട്ട് വളഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നിൽ എന്താ വരുന്നതെന്ന് മനസ്സിലാവില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധയോടുകൂടി ഡ്രൈവിങ് ചെയ്യാം. പിന്നെ ഹെൽമെറ്റൊക്കെ വെക്കണം, ഹെൽമെറ്റ് മസ്റ്റാണ്. ഓക്കെ, ഇടയ്ക്ക് മാത്രം ഹെൽമെറ്റ് ഇല്ലാഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ ഫുൾ ടൈം ഹെൽമെറ്റ് വെക്കുന്നതാണ് നമുക്ക് സേഫ്. ഓക്കെ, എല്ലാം കൊണ്ടും സേഫ് ഹെൽമെറ്റ് വെക്കുന്നതാണ്. ഇവിടെ മുസ്ലിങ്ങൾക്ക് ഇവിടെ പള്ളിയൊക്കെ ഉണ്ട്. വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിൽ പോവാം. വെള്ളിയാഴ്ച എന്നല്ല, എല്ലാ ദിവസവും പള്ളിയിൽ പോവാം. എല്ലാ ദിവസവും പള്ളിയിൽ പോവാം. ഓക്കെ, ഇവിടെ അടുത്ത് തന്നെ പള്ളിയൊക്കെ ഉണ്ട്. ഇവിടെ ടൗണിലുള്ളവർക്ക് പോകാൻ പറ്റിയൊരു മസ്ജിദ്. ഓക്കെ, ഇനി നമ്മൾ നേരെ ഇങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ല അടിപൊളി കാഴ്ചകളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ കർമൂസത്തോട്ടത്തിൻ്റെ അടുത്തെത്തി. മുന്നിൽ കാണുന്നത് കർമൂസത്തോട്ടാണ്. ആ കാണുന്നത് കർമൂസത്തോട്ടം. ഇനിയും നമ്മളിങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഇതിപ്പോൾ വേറൊരു അടിപൊളി കാഴ്ച നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണാൻ പറ്റുക. അടിപൊളി കാഴ്ച, എന്ത് രസമാ! ഓ, ഒരു രക്ഷയില്ല. അവിടെ ഒരു ഉപ്പിലിട്ട ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. ഒരു ഹായ് പറഞ്ഞു. പേരെന്താ? ഫാസിൽ. എന്താ പഠിക്കുന്നത്? 6ല്. ഇത് നിന്റെ കച്ചവടം? ഇപ്പൻ്റെ അനിയൻ്റെ. ഓക്കെ, എന്നാ വിജയിക്കട്ടെ. ഓക്കെ, ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ച് കയറുന്നതിനോട് എനിക്കിപ്പോൾ ഉപ്പിലിട്ട് കഴിക്കാൻ പറ്റൂല. ഓക്കെ, നമ്മൾ വരുമ്പോൾ വാങ്ങാം. ഒരു ഹായ് തന്നോ. ഓക്കെ ഗൈസ്, നിങ്ങളിങ്ങനെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പേരെന്താ? ബാസിലിനെ കണ്ടാൽ നിങ്ങൾ ഈ ഉപ്പിലിട്ടതൊക്കെ എടുക്കണം. ഓക്കെ, നമ്മൾ ഫുഡ് കഴിച്ചതിനോട് ഇനിയിപ്പോൾ ഉപ്പിലിട്ട് കഴിക്കാൻ കഴിയില്ല. ഓക്കെ, കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുപിട്ടിട്ടുണ്ട്. പേരെന്താ? ആഷിർ.
മുനൈസ്. എങ്ങനെയുണ്ട് ഐ റേഞ്ച് ഒക്കെ? ഉഷാറാണ്. നല്ല കോടുണ്ട് ശരിക്കും. ഉറപ്പല്ലേ കോട ഉണ്ടാവൂലേ? പിന്നെ പോയി ആണല്ലേ? ഓക്കെ. ചാമ്പനെ കോടൊന്നുമില്ല. കോടില്ല കോടില്ല. വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. നല്ല വെയിലുണ്ട്. ഇറങ്ങണുള്ളൂ അല്ലേ? അപ്പൊ എന്നാലും ഒരു ആയി തന്നോളി. ഓക്കെ. പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടുമുട്ടിയിട്ടുണ്ട്. ഹായ് സബ്സ്ക്രൈബർ. അടിപൊളിയല്ലേ? നിങ്ങൾക്ക് ഇങ്ങനെ കോട കിട്ടിയില്ല എന്നാണ് അവരെ ഒരു ഇൻഫോർമേഷൻ. പക്ഷെ നമുക്ക് കോട കിട്ടണം എന്നുള്ള ഒരു വാശിയൊന്നും നമുക്കില്ല. നമുക്കൊരു ജസ്റ്റ് ഒരു യാത്ര അത്രമാത്രം. കോട പടച്ചോനെ തരികയെന്ന് വെച്ചാൽ കോടയും ഉണ്ടാവും. ഓക്കെ. നമുക്കിത് അവിടെ നല്ല മലകളുണ്ട്, നല്ല പ്രകൃതി കാഴ്ചകൾ നമുക്കിവിടെ പടച്ചോൻ ഇതാ തന്നിട്ടുണ്ട്. ഇതാ ഇങ്ങനെ കാണുന്നത് ഫുൾ പ്രകൃതി രമണീയമായ കാഴ്ചകൾ. ഇത് പോരാ അളിയാ. പക്ഷെ കോടയും കൂടി ഉണ്ടെങ്കിൽ ഉഷാറാണ്. പക്ഷെ എന്താ പറയാ, ഈ വെയിലത്തൊക്കെ ആരെ വന്നാ കോട കിട്ടുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഇതാ ഇവിടെ ഇങ്ങനെ ഓരോ ചെറിയ ഓരോ തട്ടുകടകൾ ഇങ്ങനെ കാണാം. ഇതവിടെ അടുത്ത ഉപ്പിലിട്ട ടീമുണ്ട്. എന്താ ഉപ്പിലിട്ട അല്ലേ? എൻ്റെ ഒരു ചെങ്ങായിനെ അടിയിൽ നിന്ന് കണ്ടിരുന്നു. ബാസിൽ എന്നെന്താ പേര്? എൻ്റെ പേരെന്താ? നിബ്രാസ്. ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. ഓക്കെ. എന്തെങ്കിലുമൊക്കെ ചെറിയ ഒരു ഉപ്പിലിട്ട കച്ചവടമൊക്കെ നടത്തി വിജയിക്കാന്നുള്ളതായിരിക്കും ഒരു നെക്സ്റ്റ് ഒരു ഇത്. ഓക്കെ. അങ്ങനെ മാത്രമേ എനിക്ക് പറയാനറിയുള്ളൂ. പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ട്രാവലർ വീഡിയോസൊക്കെ ഇറക്കുന്നത്. ഓക്കെ. നല്ല മലകളാണ് നിങ്ങൾ കാണാൻ പോണത്. ഇനി ഇതൊന്നുമല്ല, ഇനി വലിയ മലകൾ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. ഇതാ ഒരു ഫോർച്യൂണർ കാറിൽ ഫുൾ അടിപൊളി ടീംസ് ഇങ്ങനെ പാട്ടൊക്കെ വെച്ച് ജോളിയായി ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിവിടെ ആക്സസിൻ്റെ മുകളിലാണെങ്കിൽ മുന്നിൽ ഫോർച്യൂണറാണ്. പക്ഷെ നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമുക്ക് ആക്സസ് ആണ് ഫോർച്യൂണറിൻ്റെ പവറുള്ളത്. പാപ്പുണ്ടാക്കിയ മുതലുകൊണ്ട് ആളാവാൻ ഇത് പൊട്ടനെ കൊണ്ട് പറ്റും. എന്താ പറയാ, എനിക്ക് പറയാൻ വാക്കുകളില്ല. അടിപൊളി എക്സ്പീരിയൻസ് ആണ്. എല്ലാ സബ്സ്ക്രൈബേഴ്സും ഡെയിലി ഒരു തവണയെങ്കിലും ഇവിടേക്ക് വരണം. അടിപൊളി സ്ഥലമാണ്. അടിപൊളി എന്ന് വെച്ചാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഈ ഉച്ച ടൈമിൽ വന്നാലും ഇതിപ്പം ടൈം എത്രയാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഈ മീറ്ററിൽ നോക്കിയാൽ കാണാം 2:15 അപ്പോൾ 2:15 ആണെങ്കിൽ നല്ലൊരു തണുപ്പുള്ള കാലാവസ്ഥയാണ്. നല്ല തണുപ്പ് എന്ന് വെച്ചാൽ നല്ല തണുപ്പ്. പക്ഷേ നമുക്കൊരു കൺട്രോൾ ചെയ്യാൻ പറ്റിയ തണുപ്പാണ്. വലിയ തണുപ്പൊന്നും ഇല്ല, പക്ഷെ എന്നാലും ആസ്വദിക്കാൻ പറ്റിയൊരു തണുപ്പുണ്ട്. ഓക്കെ. ഇപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സാണ്. പേരെന്താ? ദിവിൻ. സിയാസ്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് കക്കാടംപൊയിൽ? സെറ്റാണ്. കോട മാത്രം മിസ് ചെയ്യുന്നുണ്ടല്ലേ? കോട ഇല്ല, ബാക്കിയൊക്കെ സെറ്റാണ്. ഓക്കെ. അപ്പോൾ ഒരു ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. ഹായ്. നമ്മളിതാ ഇപ്പോൾ മെയിൻ കക്കാടംപൊയിൽ ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അടിപൊളി കാഴ്ചകളായിരിക്കും എൻ്റെ ചാനലിലേക്ക് ഇനി വരാൻ കിടക്കുന്നത്. നിങ്ങൾ സ്റ്റേ ട്യൂൺ. ഇങ്ങനെ കിടത്തി വളച്ചു പോകേണ്ട റോഡുകളാണ്. കണ്ടോ? ഇനിയും നമ്മളിങ്ങനെ മേലോട്ട് ഇങ്ങനെ പോകണം. നല്ല നല്ല കാഴ്ചകൾ കിട്ടുള്ളൂ. അതിനു വേണ്ടി നമ്മളിങ്ങനെ മേലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ലെവലിൽ എടുക്കണം. നമുക്ക് ചിലപ്പോൾ എന്തൊക്കെ പറഞ്ഞു പോവും വീഡിയോയിൽ. പക്ഷെ എനിക്ക് അങ്ങനെയൊക്കെ അറിയുള്ളൂ. ആഗ്രഹങ്ങളല്ലാട്ടോ ദുഃഖത്തിന് കാരണം. ഇതാ ഇവിടെ ഒരു കോളേജ് ഉണ്ട്. കോളേജല്ല, സ്കൂളുണ്ട്. ഓക്കെ. അതാ കുറേ JCB ഒക്കെ ഇവിടെ പണിയെടുപ്പിക്കുന്നുണ്ട്. ഇതാ ക്രിസ്മസ് ആയതിനോട് മുകളിലതാ ഒരു വലിയ സ്റ്റാറൊക്കെ ഉണ്ട്. ക്രിസ്മസ് ആണ് വരാൻ പോണത്.
ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പള്ളീൻ്റെ അവിടെ ഒരു സ്റ്റാറൊക്കെ തൂക്കിയിട്ടുണ്ട്. നമ്മളിതാ കക്കാടമ്പയിൽ ടൗൺ എത്തി. നിങ്ങളിപ്പോൾ ഒരു പച്ച ബോർഡ് കണ്ടിട്ടുണ്ടാവും. കക്കാടമ്പയിൽ ടൗണാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. ഇതാണ് നമ്മളുടെ കക്കാടമ്പയിൽ ടൗൺ. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഇതാണ് കക്കാടമ്പയിൽ ടൗൺ വരുന്നത്. ഇനി നമ്മൾ നേരെ പോണത് നായാടംപൊയിലേക്കാണ്. ഇനി നമ്മൾ പോണത് നേരെ പോയ നായാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോണത്. ഇവിടെ നിന്നൊരു 4 കിലോമീറ്റർ ഉണ്ടാവും. കാണിച്ചു തരാം. നായാടംപൊയിലേക്ക് നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് പോവും. നേരെ പോയാൽ നമുക്ക് നിലമ്പൂരേക്കാണ്. ഇവിടുന്ന് നമ്മൾ നേരെ നായാടംപൊയിൽ. ഓക്കെ, അതാ ഗായ്സ് ഇങ്ങനെ എൻ്റെ അളിയാ എമ്മാരി രസമാ. നൈസ് കോടൊക്കെ കാണുന്നുണ്ട്. ഒരു അത്യാവശ്യം ഒരാൾക്ക് ഹാപ്പി ആവാൻ പറ്റിയ കോട കിട്ടുന്നുണ്ട്. നായാടംപൊയിൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ റോഡായിരിക്കും. പക്ഷേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. റോഡ് ഒന്നുകൂടി ഒന്ന് ഗെറ്റപ്പ് ആക്കിയാൽ ഒന്നുകൂടി അടിപൊളിയായിരിക്കും. ഇത് ഞാൻ വരുമ്പോഴേ ഉള്ള റോഡാണ്. ഇതുവരെ ഇവിടുത്തെ റോഡിനൊരു മാറ്റം വന്നില്ല. പക്ഷെ നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല കാഴ്ചകളാണ്. റോഡ് മോശമായാലും നല്ല അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണാൻ പോണത്. നോക്കൂ ഗായ്സ്, അടിപൊളി കാഴ്ചകളല്ലേ നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത്. അതാ മുന്നിലതാ അടിപൊളി ഫുൾ മലകൾ, നല്ല വലിയ വലിയ മലകൾ, വലിയ മലകളാ, ചെറുതെന്നല്ല. ഇവിടെ കുറച്ച് താമസക്കാരൊക്കെ ഉണ്ട്. നമ്മൾ മഴ പെയ്യാണെങ്കിൽ മഴ പെയ്താലും നമ്മളെ വ്ളോഗിനൊരു തടസ്സവും ഉണ്ടാവില്ല. ഓക്കെ, ഇതാ റോഡ് മോശമായി തുടങ്ങി. മഴ പെയ്താലും നമ്മളെ വ്ളോഗിനൊരു തടസ്സവും ഉണ്ടാവില്ല. റെയിൻകോട്ട് ഉണ്ട് നമ്മളെ ഡിക്കിയിൽ, പിന്നെ കുട ഉണ്ട്, പിന്നെ 2 ചെരുപ്പുണ്ട്, അതൊക്കെ ഉണ്ട്, പിന്നെ ഒരു വെള്ളക്കുപ്പി ഉണ്ട്. നമുക്കൊന്ന് മൊത്തം സെറ്റാണ്. ഓക്കെ, ഒന്നും പേടിക്കാനില്ല. കടമ്പയിൽ ഇങ്ങനെ റൂട്ടിൽ ഞാൻ റിസോർട്ട് കണ്ടപ്പോൾ ഒന്ന് ഷൂട്ട് ചെയ്യാൻ തോന്നിയത്. അവിടെ ഒരു സട്ടവ എന്ന് പറഞ്ഞ റിസോർട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫാമിലി ആയിട്ട് ആരെങ്കിലുമൊക്കെ വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇനി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ കുരിശുമലേൻ്റെ അടുത്ത് എത്താൻ നേരത്ത് അവിടെ ഒരു റിസോർട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ആ റിസോർട്ടിൻ്റെ പേര് ഞാൻ അവിടെ എത്തിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഈ റൂട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പോൾ ഒരു അടിപൊളി ഒരു വീട് കണ്ട്. ഇതിവിടെ കക്കാടമ്പയിലേക്ക് പോകണടുത്തുള്ള ഒരു വീടാണ്. എൻ്റെ മോനെ, അതാ ആ മലൻ്റെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അതാ അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഒരു കുരിശ് കാണാം, ഒരു വെള്ള. ആ കുരിശിൻ്റെ അടുത്തേക്കാണ് നമ്മൾ കയറാൻ പോണത്. നമ്മളിപ്പോൾ കയറാൻ പോണത്. അതാ അതിൻ്റെ മേലെ പോവും നമ്മൾ. ഓക്കെ, അതിൻ്റെ മേലേക്കാണ് നമ്മൾ പോകാൻ പോണത്. അതാ ഇനി ഈ ഒരു വീടിൻ്റെ ഒരു ചുറ്റുപാട് ഞാൻ കാണിച്ചു തരാം. അതൊരു താമസക്കാരൊന്നും ഇല്ലാത്തൊരു വീടാന്ന് തോന്നുന്നു. ഇങ്ങനെ ബേക്കോട്ടേക്കൊക്കെ പോകുമ്പോൾ അവിടെ എന്തോ ഏജന്തുക്കളുണ്ട് ഗൈസ്. എനിക്ക് പേടിയാവുന്നുണ്ട്. അവിടേക്ക് ആകുമ്പോൾ പോകാനുള്ള ധൈര്യമില്ല. അതിൻ്റെ ബാക്ക് പോയിട്ടുണ്ടെങ്കിൽ നല്ല കാഴ്ചകളൊക്കെ കിട്ടീനി. അതിനോട് ഞാൻ എൻ്റെ ബാക്ക് പോകാനൊരു തോന്നി. അതാണ്, ഇനി വെറുതെ ഓരോ റിസ്ക് എടുക്കാൻ വയ്യ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കത് ആ കുന്നിൻ്റെ മേലേക്ക് നമ്മൾ കയറാൻ പോണത്. അടിപൊളി കാഴ്ചകളായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതിന് മേലെ പോയിട്ട് നല്ല അടിപൊളി കാഴ്ചകളായിരിക്കും. ഇതിപ്പോൾ ഏകദേശം ഒരു ജസ്റ്റ് നൈസ് കോട ഇങ്ങനെ കയറിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണാം. ഒരു നൈസ് കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിസിറ്റിങ്ങേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാറിലൊക്കെ. ഇങ്ങനെ കുറേ ടീം ഇങ്ങനെ കാറിലൊക്കെ പോകുന്നുണ്ട്. നമുക്ക് ആ മലേൻ്റെ മുകളിൽ നിന്ന് മീറ്റ് ചെയ്യാൻ കഴിയുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇനിയും വ്ളോഗ് തുടരുകയാണ്. ഓക്കെ, ഇതാ നമ്മൾ ഈ വീടും വിട പറഞ്ഞ് പോവുകയാണ്. ആ വീടിൻ്റെ ബാക്കിലേക്ക് നോക്കുമ്പോൾ എനിക്ക് മതിവരാത്ത കാഴ്ചകളാണ്. മതിവരാത്ത കാഴ്ചകൾ എന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചകളാണ്. ഈ സൈഡിലൂടെ ഒന്ന് പോയോക്കാം. ആ സൈഡിലാണ് പ്രശ്നമെങ്കിൽ
നമ്മൾ ഈ സൈഡിലൂടെ ഒന്ന് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഓ എൻ്റെ അളിയ, ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത്. എൻ്റെ അളിയ നോക്ക് ഗൈസ്, ഫുൾ മലകൾ. ഇതാ ആ മലേൻ്റെ മേലെ നിന്ന് കുറച്ചൊരു കോട അങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ആ മല കയറി കഴിയുമ്പോൾ കോട കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ മല കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കോട കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ യാത്ര തുടരാൻ പോവാണ്. അടിപൊളി കാഴ്ചകളാണ് ഇനി വരാൻ പോണത്. നമ്മൾ ഇതിൻ്റെ മേലെ കൂടെ ജമ്പ് ചെയ്യാൻ പോവാണ്. ഈ കയറിൻ്റെ മേലെ കൂടെ ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ ഓരോ കാഴ്ചകൾ പറയാം, അങ്ങനത്തെ ഓരോ പരിപാടി പറയാം. ഓക്കെ, നമ്മൾ സ്കൂളിലൊക്കെ ആദ്യം ഹൈ ജമ്പിലൊക്കെ ടോപ്പ് കഴിഞ്ഞു. ടോപ്പ് എന്ന് വെച്ചാൽ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അതൊക്കെ നമ്മളെ സ്പെഷ്യൽ സാധനങ്ങളാണ്. ഓക്കെ, നമ്മൾ തുടങ്ങാം. നമ്മളിതാ വിട പറഞ്ഞ് പോവാണ് ഇവിടുന്ന്. അല്ലോ ഗായ്സ്, ഒരു കട്ട പെട്രോളായി. പ്രശ്നമില്ല, മൈലേജ് ഉണ്ട്. പെട്രോൾ തീർന്നാലും രക്ഷിക്കാൻ ആരെങ്കിലൊക്കെ വരും. ഓക്കെ ഗായ്സ്, അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾ എൻ്റെ ക്യാമറയിൽ കാണുന്നത്. അടിപൊളി എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. ഉഷാറ്. ക്ലൈമറ്റ് ഇപ്പോൾ ഡാർക്ക് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. നല്ലൊരു കോടയും ഒരു മഴയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഒരു കോടയും ഒരു മഴയൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതിനുള്ള ഒരു വകുപ്പൊക്കെ ഇപ്പോൾ കാണുന്നുണ്ട്. അതിനുള്ളൊരു വകുപ്പാണ് ഇപ്പോൾ ഞാനിങ്ങനെ കണ്ടോണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, എന്ത് രസമോ, നല്ല തണുപ്പ് അടിക്കുന്നുണ്ട്, നല്ല രസവും. ഡ്രൈവിങ് അപ്പോൾ 2 കട്ടായി, കുഴപ്പമില്ല. ഇപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ അടിയിലാണെങ്കിൽ നമ്മളിതാ അതിൻ്റെ മേലെ വരെ എത്തും. അതിൻ്റെ മേലെ നടന്ന് അടിയിൽ വണ്ടി വെച്ചിട്ട്, അടിയിൽ വണ്ടി വെച്ച് അതാ വെള്ള കുരിശ് കണ്ടില്ല നിങ്ങൾ? അതിൻ്റെ ഇടയിൽ കൂടെ ഫ്രണ്ട് ക്യാമറ ആയിപ്പോയി. അതിൻ്റെ മേലെ വരെ പോകുമ്പോൾ അത്യാവശ്യം ഡാർക്ക് ക്ലൈമറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അല്ല മോനവർക്കൊക്കെ എന്ത് ധൈര്യ. പട്ടികളൊക്കെ എൻ്റെ വണ്ടിൻ്റെ മുന്നിലാണ് ഇരിക്കുന്നത്, പോകുന്നും കൂടി ഇല്ല. നമ്മളൊക്കെ കോഴിക്കോട് ടീമാ, പട്ടികളൊക്കെ ഇടിച്ച് തെറിപ്പിച്ച് പോവും നമ്മള്. ഓക്കെ, അടിപൊളി കാഴ്ചകളാണ്. ഇതവിടെ വെള്ളച്ചാട്ടം ഉണ്ട് തോന്നുന്നു. ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ട്. ബാക്കിൽ ഇഷ്ടം പോലെ കാറുകൾ വരുന്നത് കാണാം. ഓക്കെ, ഇന്നിപ്പോൾ ശനിയാഴ്ച ആയതുകൊണ്ട് കുറേ ആൾക്കാർ ആ മലൻ്റെ മേലെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവരും പിടിക്കുക, എല്ലാവരും എക്സ്പീരിയൻസ് ചോദിക്കാം. അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് ഇന്ന് വ്ളോഗായിട്ട് വൈൻഡപ്പ് ചെയ്താളാം. ഓക്കെ, അല്ല മോനെ, പച്ച മലയപ്പോൾ എൻ്റെ മുന്നിൽ കാണണേ. എനിക്കിവിടെ നിർത്താൻ തോന്നുന്നുണ്ട്. ഇത് കാണിച്ചു തരാം. ഇന്ത്യ മോനെ, എന്ത് രസമാണ് കാണാൻ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല പറഞ്ഞാൽ ഒരു രക്ഷയില്ല. ആ മുന്നിൽ പോകുന്ന ചുവന്ന സ്വിഫ്റ്റ് കാറിനെ നമ്മൾക്ക് എന്തായാലും പിടിച്ചിരിക്കും. അതാ കണ്ടില്ല ഞങ്ങള്? ഇതവിടെ ഒരു എന്താ അത് ഒരു വില്ലാണ് തോന്നുന്നത്, സൈൽവാൻ വില്ല. അതാ നല്ല കൊടും വനത്തിലേക്കാണ് നമ്മളിപ്പോൾ കയറാൻ പോണത്. റോഡൊക്കെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, റോഡൊക്കെ വളരെ മോശമാണ്. ഇനി അങ്ങോട്ടേക്ക് എന്താവുന്നൊന്നും അറിയില്ല. കൊടും വനമാണ് ഈ കാണുന്നത്, കൊടും വനം. ഫോറസ്റ്റ്, ഓൺലി ഫോറസ്റ്റ്. അതാ നമ്മളിതങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളുടെ മെയിൻ ലൊക്കേഷനിൽ എത്താൻ പോവുകയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ കയറ്റം കയറുമ്പോൾ 3 കട്ടായിട്ടുണ്ട്. ഇതിപ്പോൾ എന്താ നടക്കണമെന്ന് അറിയില്ല. വണ്ടിക്ക് വരെ മൂടായി എന്നാ തോന്നുന്നത്. വണ്ടി വരെ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, മൈലേജ് ഉള്ള വണ്ടിയാണ്. എല്ലാവരും പോയി എടുത്തോളൂ, ആക്സസ് 125. ഓക്കെ,
ഇതങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോണം. ഇതാ കൊട്ടും ഫോറസ്റ്റ്, നല്ല ഡാർക്ക് മല, ഡാർക്ക് ഷെയ്ഡിലുള്ള പച്ച ഡാർക്ക് കളർ മലകളാണ് നിങ്ങൾ പിന്നെ ക്യാമറയിൽ കാണുന്നത്. ഒരു നൈസ് മഴത്തുള്ളിയൊക്കെ പിന്നെ മേലെ ഉറ്റി. എന്തായാലും നമുക്ക് കുടയൊക്കെ എടുത്തിട്ട് മേലോട്ട് കയറാം. കോട്ട് വേണമെന്നില്ല, നമുക്ക് കുടയാണ് മെയിൻ. ഓക്കെ ഓക്കെ, കുറേ ആൾക്കാരുണ്ട് അവിടെ. ഹായ്, കുറേ ആൾക്കാർ. ഇതാണ് മെയിൻ സിറ്റി വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ കക്കാടംപൊയിൽ കുരിശുമലയിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അടിയിലേക്ക് ഇറങ്ങുകയാണ്. സബ്സ്ക്രൈബേഴ്സാണ്. പേരെന്താ ചോദിച്ചോ? പേരെന്താ? കൃഷ്ണൻ. ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. ഹായ്. ഓക്കെ, നമ്മളുടെ ലൊക്കേഷൻ ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ലൊക്കേഷൻ ഇതാ എത്തി. ഇനി ഒന്നും പേടിക്കാനില്ല, കറക്റ്റ് സ്ഥലത്താണ് എത്തിപ്പെട്ടത്. ഓക്കെ, നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ, വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ഇതായി കാണുന്ന വണ്ടിയിലുള്ള എല്ലാവരും മലൻ്റെ മേലെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട്. എന്തായാലും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഹെൽമെറ്റൊക്കെ ഇവിടെ അയച്ചു വെക്കാം. ഹെൽമെറ്റൊക്കെ അയച്ചു വെച്ചിട്ട് മല കയറാൻ പോവാണ്. വെള്ളക്കുപ്പിയൊക്കെ എടുത്ത് കുടയൊക്കെ എടുത്തിട്ട് മല കയറാൻ പോവാം. അയച്ച് നമ്മളെ വണ്ടി ഇതാ അടിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, വെള്ളം എടുത്തിട്ടുണ്ട്. ഇതാ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ ഈ കാറിലുള്ളവരൊക്കെ ഇവിടെ വന്നവരായിരിക്കും. അതാ കാണുന്നത് റിസോർട്ടാണ്. അയച്ച് പേര് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. ഓക്കെ, അവിടെ 4 റിസോർട്ടുണ്ട്, അടിയിൽ ഒരു റിസോർട്ടുണ്ട്, അങ്ങനെ കുറേ റിസോർട്ടുണ്ട്. ഇതാ മേലൊക്കെ അതങ്ങനെ കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ക്യാമറയിൽ ഒന്ന് സൂം മേലെ നിന്ന് ഇങ്ങനെ കോട ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ ഒരു കോടൻ്റെ ഷെയ്ഡായി കിടക്കുന്നുണ്ട്. ഓക്കെ, അടിയിലും ഒരു അടിപൊളി ഒരു കോട വരുന്ന ഒരു ടച്ച് കാണുന്നുണ്ട്. പിന്നെ നമ്മൾ കുടമൊക്കെ നമ്മളെ കൈമേലുണ്ട്. ബാക്കിൽ കീശയിൽ കുട എടുത്തിട്ടാണ്. അഥവാ മഴ പെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സേഫ്റ്റിക്ക് കുടയൊക്കെ എടുത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ കയറാൻ പോവാണ്. ഓക്കെ, മുകളിലോട്ടേക്ക് അന്യവാഹനങ്ങളും പ്രവേശിക്കുന്നത് കർശനമായിട്ട് നിരോധിച്ചിരിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് തൂക്കിയിട്ടാണ്. കാണിച്ചു തരാം. കണ്ടില്ല? ഈ ബോർഡ് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. കക്കാടംപൊയിലേക്ക് മേലേക്ക് കയറാൻ പറ്റൂല. അയച്ച് വണ്ടിയൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എവിടെയൊക്കെ പോകണമെന്നൊന്നും അറിയില്ല. അയച്ചുത വണ്ടിയൊക്കെ സുഖസുന്ദരമായി കയറിപ്പോകുന്ന. അതിൻ്റെ അടിയിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. ഇത്ര കയറിയപ്പോൾ ഞാൻ കുഴങ്ങാൻ തുടങ്ങി. പക്ഷെ ഞാനങ്ങനെ കുഴങ്ങൊന്നുമില്ല. ഇതൊക്കെ ചെറുത്. നമ്മളെ നാട്ടിലുള്ള മല കയറിയ മാതിരി ഇത് ഫുള്ള് കയറും നമ്മൾ. ഓക്കെ, 1 ലിറ്റർ വെള്ളമുണ്ട്. നമ്മളവിടെ കളി. അടിപൊളി റിസോർട്ടുകളാണ് തോന്നുന്നത്. വിൻ്റർ ഫെൽ എന്ന് പറഞ്ഞ റിസോർട്ടാണ് ഈ കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കോടമഞ്ഞ് കാണാം. നമ്മളെ കയ്യിൽ വെള്ളം. ഇനി നമ്മൾ മേലോട്ടേക്ക് കയറാൻ പോവാം. എങ്ങനെയുണ്ട്? മേലെ കോടുണ്ടോ? ഓക്കെ, എന്നാൽ ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. ഇവിടെയൊക്കെ കോൺക്രീറ്റ് ചെയ്തിരിക്കണ്. ഇതെപ്പോഴാണ് ചെയ്തതെന്ന് അറിയില്ല. ഞാൻ കോൺക്രീറ്റ് ചെയ്ത ശേഷം വന്നിട്ടേ ഇല്ല. ആ റിസോർട്ട് വരെയായിരുന്നു കോൺക്രീറ്റ് ചെയ്തത്. ഇനി മേലോട്ടും കോൺക്രീറ്റ് ചെയ്തിരിക്കണമെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് എത്തിയുള്ള കാഴ്ചകൾ കാണാം. ജീപ്പ് സർവീസൊക്കെ ഉണ്ട്. ഫീസ് കൊടുത്താൽ ജീപ്പ് കയറി മേലെ കൊണ്ടുപോയി തട്ടിത്തരും തോന്നുന്നു. ഓക്കെ, ഇനി നമ്മൾ മേലെ എത്തിയിട്ട് കാഴ്ചകൾ കാണാം. എൻ്റെ സ്റ്റാമിന തീർന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെള്ളം കുടിക്കട്ടെ. കുറച്ച് വെള്ളം കുടിക്കാൻ പോവാ. തീർന്നു പോവും. പര കയറ്റാ, കുത്തനുള്ള കയറ്റാണ്. അപ്പോൾ കയറ്റം ഇഷ്ടപ്പെടുന്നവർക്ക് വരാം. അതും കക്കാടംപൊയിലേക്ക് കയറ്റം ഇഷ്ടപ്പെട്ട് കയറ്റം ലഹരിയായി കിടക്കുന്നവർക്ക് പെട്ടെന്ന് വന്നോ കക്കാടംപൊയിലേക്ക്. കയറി മൂടാവും. എല്ലാവർക്കും വരാം. എല്ലാവർക്കും വന്ന് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഈ കക്കാടംപൊയിൽ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പോൾ എല്ലാവർക്കും വരാം. ആർക്കും ബോയ്സ് ഗേൾസ് അങ്ങനെയൊന്നുമില്ല. കയറ്റം കയറാൻ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് ഈ കയറ്റം കയറി കഴിഞ്ഞാലും മേലെ ഒരു അടിപൊളി സ്വർഗമുണ്ട്.
ആ സ്വർഗം വരെ കാണാം. കുത്തനുള്ള കയറ്റം. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ എമ്മാതിരി ഹൈ റേഞ്ചാ. കയറ്റം പോയാലും ഹൈ റേഞ്ച് അടിപൊളിയായിരിക്കുക. അടിപൊളി എന്ന് പറഞ്ഞാൽ കോട വന്ന് നിങ്ങൾക്ക് കാഴ്ച മിസ്സാവും. അതിൻ്റെ മുന്നേ നമുക്ക് മേലെ പോയിട്ട് അടിപൊളി കാഴ്ചകളെ എടുക്കാൻ പോവാണ്. വേർത്ത് ഒലിക്കുന്നുണ്ട്, തീരാനായിക്കണ്. പക്ഷെ എന്നാലും വെള്ളമൊക്കെ ഉള്ള സ്ഥിതിക്ക് മേലെ പോയിട്ട് അടിപൊളി കാഴ്ചകൾ എടുത്തിരിക്കും. അനസ് വ്ലോഗ് 21 നിങ്ങൾക്ക് വേണ്ടി മാത്രം. പിന്നെ ഇത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്താലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. വ്ളോഗ് കണ്ട് പോരുത്. കക്കാടംപൊയിലേക്ക് വരണം. ഇവിടെ വരെ കോൺക്രീറ്റ് ഉള്ളത്, ഇനി അങ്ങോട്ട് കോൺക്രീറ്റ് ഇല്ല. ഓക്കെ, ഇനി അങ്ങോട്ട് സാധാ ഒരു ഓഫ് റോഡ് വൈബാണ്. നമ്മൾ ക്യാമറയിൽ കാണുന്നുണ്ടാവും. അടിപൊളി ജീപ്പ് കണ്ടപ്പോൾ ഷൂട്ട് ചെയ്യാൻ തോന്നി. ഇങ്ങനത്തെ ടയറൊക്കെ ഉണ്ടെങ്കിൽ അത് കയറിപ്പോരുള്ളൂ. ഓക്കെ, അതുപോലെ പഴയ ജീപ്പ് അതവിടെ. ചേട്ടനൊക്കെ കൊടുത്ത ജീപ്പ് സർവീസിൻ്റെ ആളല്ലേ? എങ്ങനെയൊക്കെയാ ജീപ്പ് സർവീസ് വരുന്നത്? ജീപ്പ് സർവീസ് ട്രിപ്പിന് 500, ആ, അപ്പ് ആൻഡ് ഡൗൺ 800. ആ, പിന്നെ അതേ ഉള്ളൂ. എത്ര ടൈമൊക്കെ? ടൈം 1 മണിക്കൂർ. 1 മണിക്കൂർ. ഓക്കെ, നിങ്ങൾ അതല്ലേ? പേരെന്താ? സജി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കാണണം. ഓക്കെ, ആദ്യം നമുക്ക് ചെറിയൊരു ഹൈ റേഞ്ച് കാണിച്ചു തരാം. ഇതാണ് ആദ്യത്തെ ഫസ്റ്റ് ഹൈ റേഞ്ച്. ഇതായി കാണുന്നത്. കുറേ മക്കളൊക്കെ വരുന്നുണ്ട്. ക്യാമറ നോക്കി ആയി പറഞ്ഞു. പേരെന്താ? റഫാൻ. ഓക്കെ, പേരെന്താ? ഫാത്തിമ ഇസ. ആയിഷ കെ എം. ഓക്കെ ഓക്കെ. ഗൈസ്, കുറേ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. യെസ്, ഇതൊരു യൂട്യൂബ് ചാനലാ. അനസ് വ്ലോഗ് 21 അടിച്ചാൽ എന്നെ കാണാം. ഓക്കെ, ആണല്ലേ? ഓക്കെ ഓക്കെ. ഗൈസ്, കുറേ ആൾക്കാരുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. കുറച്ച് ആൾക്കാരേ ഉള്ളൂ ഗൈസ്, കുറച്ച് ആൾക്കാരേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കാണണം. അനസ് വ്ലോഗ് 21. ഓക്കെ, കാണൂലേ? ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. ഓക്കെ, ആണല്ലേ? ഓക്കെ, മതി. നമ്മളിപ്പോൾ കണ്ട ഫാമിലിയാണ് ആ ജീപ്പിൽ കയറി പോകാൻ നിൽക്കുന്നത്. അതാ ആ ഫാമിലീസ് ഇറങ്ങിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ആ ഫാമിലീസിന് താങ്ക്സ്. നമ്മളൊരു പുതിയ വ്ളോഗറാണ്, കാണുന്നല്ലോ മൊത്തം പിടിക്കും. ഓക്കെ, ടാറ്റ. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ചെറിയൊരു ഹൈ റേഞ്ച് കയറിയപ്പോൾ നമ്മൾ ഡൗണായി. ഇവിടെ പാട്ടൊക്കെ വെച്ചൊരു ടീം വരുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റണമാതിരി ഞാൻ ഈ ഹൈ റേഞ്ച് കയറി. ഇനിയൊരു വേറെ വലിയ ഹൈ റേഞ്ച് കയറാൻ കിടക്കുന്നുള്ളൂ. ബാക്കിൽ വലിയൊരു ഹൈ റേഞ്ച് ഉണ്ട്. അതാ ഞാൻ ഇപ്പോൾ കൈ ചൂണ്ടി കാണിക്കുന്ന സ്ഥലമല്ലേ, അതാണ് മെയിൻ ഹൈ റേഞ്ച്. അതിൻ്റെ മേലെ കയറാൻ ഭയങ്കര റിസ്ക്കാണ്. റിസ്ക് എന്താണെന്ന് വെച്ചാൽ കുത്തനെ ഉള്ള കയറ്റാണ്. ഞാൻ കാണിച്ചു. ആ ഒരു വഴി കാണുന്നില്ല നിങ്ങളിപ്പോൾ എൻ്റെ ക്യാമറയിൽ? അതാണ് അവിടുത്തെ ട്രാക്ക്. ആ ട്രാക്കിലൂടെ ഇങ്ങനെ കയറി പോകണം, മേലെ എത്തണം. ഗൈസ്, നമ്മളിപ്പോൾ ഒരു കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കുകയാണ്. നമുക്ക് ക്യാമറമാനൊന്നുമില്ല, ഒറ്റയ്ക്ക് തന്നെയാണ് ഇങ്ങോട്ട് കയറി പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ കക്കാടംപൊയിൽ പറഞ്ഞ മലകൾ വരുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഈ സബ്സ്ക്രൈബേഴ്സിനെ അപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, എവിടെ നിങ്ങളൊക്കെ? മാനവതൽ, നിലമ്പൂര്. എവിടെ? മമ്പാട്, എടവണ്ണ, മമ്പാട്, ചുങ്കത്ര, നിലമ്പൂര്. പേര് പറഞ്ഞോ? പേരെന്താ? മുഹമ്മദ് അഫ്രീൻ, താരിഖ്, ആദില്, സിദാന്, ദിലു, റബീൻ. നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. പേരെന്താ ചോദിച്ചോക്കാം? നിതിൻ, റിൻഷാദ്, ഹിഷാം, അഭിഷേക്. അപ്പോൾ ഇവിടെ വന്ന നിങ്ങളെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണ്? അടിപൊളിയാണ്. ഓക്കെ, പിന്നെ നല്ല കാറ്റും നല്ല പ്രകൃതി സൗന്ദര്യം. ഓക്കെ, പിന്നെ കുറച്ച് കയറണം. അതെ. അപ്പോൾ നമുക്ക് ഈ കോട നല്ല മിസ് ചെയ്യുന്നുണ്ട്. ഈ സ്ഥലത്തൊക്കെ കോട വന്ന് മൂടേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ആ മലയും കൂടി ഒന്ന് കയറണം എന്നുണ്ട്. ചിലപ്പോൾ ഞാൻ കയറും. ഓക്കെ, അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക.
ഗൈസ് അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ മേലെത്തി. ഇതും വേറെ സബ്സ്ക്രൈബർ കൊണ്ട് നമ്മൾ വീഡിയോ എടുപ്പിക്കുകയാണ്. അപ്പം ഇനി നമ്മളിതാ ആ കുരിശിൻ്റെ അടുത്ത് എത്താനായി. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ ഡയറക്ഷൻ എത്തി. മെയിൻ ഡയറക്ഷനാണ് ആ കുരിശ്. ഗൈസ് ഇതാണ് നമ്മളെ ഡയറക്ഷൻ. അതാ മുന്നിലതാ കുരിശ് കാണുന്നുണ്ട്. അപ്പോൾ ആ കുരിശിൻ്റെ അടുത്ത് എത്തിയാൽ നമ്മളെ മെയിൻ ഡയറക്ഷൻ എത്തി. നമ്മൾ കുടയൊക്കെ എടുത്ത് വന്ന് വെറുതെ. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതാണ് കക്കാടംപൊയിൽ നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ കുറച്ചുകൂടി കഴിയാന്ന് വെച്ചാൽ നല്ല കോട വരാൻ ചാൻസ് ഉണ്ട്. നല്ല കോട, നല്ല തണുപ്പുള്ള കോട വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പബ്ലിക്കിലൊന്നും പോകണില്ല. ഇന്ന് നമ്മൾ മെയിൻ കക്കാടംപൊയിൽ വ്ളോഗാണ് ഇന്ന് കയറിക്കൊണ്ട് നിൽക്കുന്നത്. മാക്സിമം തെറ്റുകളോട് കൂടിയായിരിക്കും വ്ളോഗ് ഉണ്ടാവുക. ഞാൻ അവിടെ എത്തിയിട്ടൊക്കെ പാടെ കൂട്ടി യോജിപ്പിക്കും. എനിക്ക് നിങ്ങളുടെ പണി ഇഷ്ടപ്പെട്ടു. അതിനൊരു സ്റ്റൈലുണ്ട്. ഗൈസ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കക്കാടംപൊയിലെ കാഴ്ചകൾ വരുന്നത്. ഇനി നമ്മൾ ബാക്കിലുള്ള മെയിൻ ഹൈ റേഞ്ച് ഉണ്ട്. അത് നമുക്ക് ഇനി എന്തെങ്കിലും വേറൊരു ദിവസം കക്കാടംപൊയിൽ വരുമ്പോൾ നമുക്ക് ആ ഹൈ റേഞ്ച് കയറാം. ഇന്നിപ്പോൾ കയറാനുള്ള ടൈമും ഇല്ല, അതിന് പറ്റിയൊരു സാഹചര്യവും ഇല്ല. നമുക്ക് ടൈം ഇല്ല, തീരെ ടൈമില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെത്തിയാലേ ഈ വ്ളോഗ് ഇടാൻ കഴിയുള്ളൂ. നമ്മൾ പോയിട്ട് കുറച്ച് എഡിറ്റ് ചെയ്യാനുള്ള കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇതായിരുന്നു നമ്മളെ ഡയറക്ഷൻ. ഇന്നത്തെ വ്ളോഗിൻ്റെ ഡയറക്ഷൻ ഈ കുരിശുമല കയറാനായിരുന്നു. അപ്പം ബാക്കിൽ ഇതാ കുരിശുമല നിങ്ങൾക്ക് കാണാം. ഇതാ ഈ കുരിശാണ് നമ്മളുടെ ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ അനസ് വ്ളോഗ് 21 കക്കാടംപൊയിൽ എൻ്റെ ചാനലിലേക്ക് ഇടാൻ പോവാണ്. അപ്പോൾ ഇതിൽ കുറേ സ്ട്രേഞ്ചേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഹായ്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ച് അടിയിലേക്കുള്ള കുറച്ച് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മേലെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇറങ്ങാൻ തോന്നൂല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട് ഇവിടെ. എന്താണെന്ന് വെച്ചാൽ അത്രയും അടിപൊളിയാണ് അവിടെ. അത്ര അടിപൊളി പറഞ്ഞാൽ കയറി കഴിഞ്ഞാൽ ഒരു സ്വർഗത്തിലേക്ക് എത്തിയ മാതിരി നല്ല കാറ്റ്, നല്ല അടിപൊളി എക്സ്പീരിയൻസ്. ഇമ്മൊരു എക്സ്പീരിയൻസ് ഒന്നും ഒരു മലേൻ്റെ മുകളിൽ നമുക്ക് കിട്ടൂല. ഈ വയനാട് മാതിരി ഒന്നുമല്ല. കക്കാടംപൊയിൽ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണ്. ഫേവറേറ്റ് എന്ന് വെച്ചാൽ കക്കാടംപൊയിൽ കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളൂ. ഞാൻ അത്രയും കക്കാടംപൊയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇടായിട്ട് യൂട്യൂബ് തുടങ്ങിയതിന് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞാൻ വരുന്നത്. അപ്പോൾ അതൊരു വ്ളോഗ് എടുത്ത് വരാൻ തോന്നി. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വ്യൂ കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. ഇതാ അടിയിൽ നല്ല നല്ല രസമുള്ള ഓരോ മലകളും, അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഗ്രാമങ്ങൾ, കുറച്ച് സിറ്റികൾ. നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണാം. ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. അതാ ഓരോരോ താമസക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ, റോഡുകൾ, ഒരു കുളം. അതാ ഇത് കാണുന്ന ഒരു കുളം, പിന്നെ കുറച്ച് പാർക്ക്, അതായത് റിസോർട്ടിൻ്റെ ഭാഗമായിട്ടൊരു സ്വിമ്മിംഗ് പൂളൊക്കെയാണ് നിങ്ങൾക്ക് എൻ്റെ ക്യാമറയിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴി എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും. അവിടുന്ന് ആ റോഡിൽ കൂടെ ആയിരിക്കും നമ്മൾ വന്നത്. ആ റോഡിലാണ് നമ്മൾ ഈ കുരിശ് കാണാനിടയായത്. ഓക്കെ, ആ കുരിശ് കാണാനിടയായത് ആ വഴിക്കൂടെ വന്നപ്പോഴാണ്. എനിക്ക് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ വന്ന ഡയറക്ഷൻ ഏതായാലും അടിപൊളിയാണ്. നല്ല തണുപ്പും നല്ല കാലാവസ്ഥയാണ്. നല്ലൊരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കോട ഉണ്ട്. നമുക്ക് ഫുള്ള് കോട വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും കാണാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. ഫുള്ള് കോട ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പം പിന്നെ ഈ കാഴ്ചകളൊന്നും നമുക്ക് കിട്ടൂല. അത് അവിടുന്ന് ഇങ്ങനെ സൂര്യൻ്റെ ഒരു ഷെയ്ഡ് കാണുന്നുണ്ട്. മുന്നിലാണെങ്കിൽ തോന്നുന്നത് ആ സൈഡിലാണ് കടലുള്ളതെന്നാണ് തോന്നുന്നത്. ഇതാ നല്ല നിങ്ങൾ കുറച്ച് നേരം ഒന്ന് കാണും നിങ്ങൾ കാഴ്ച. ഇതാ ആ സൈഡിൽ നിന്ന് കുറച്ച് കോട ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കോട വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാഴ്ചകൾ എടുക്കാൻ കഴിയില്ല. കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ കോട ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് കാഴ്ചകൾ കിട്ടൂല കോട വന്നു കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ നൈസ് കോട ഇനി അഥവാ ഇനി കുറേ കോട വന്നു കഴിഞ്ഞാലും ഞാൻ അതെന്തായാലും എൻ്റെ വീഡിയോയിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, അതിൻ്റെ മുന്നേ കുറച്ച് കാഴ്ചകൾ നിങ്ങൾ കണ്ടോളൂ.
ഓക്കെ ഐസ് ആ കുരിശാണ് നമ്മളുടെ ഡയറക്ഷൻ. അപ്പോൾ ഞാൻ എടുത്തെടുത്ത് പറയാണ്. ഓക്കെ, പിന്നെ പുതിയ ക്ലാസ്, പുതിയ ഷർട്ട്, ഇതൊക്കെ എൻ്റെ മാമൻ്റെ ഇതാണ്. ഷർട്ട് മാത്രം മാമ വാങ്ങി തന്നു. എന്താ ഞാൻ പറയാം, മാമൻ ഈ വ്ളോഗ് കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ് മാമ. മാമൻ്റെ ഒരു ഗിഫ്റ്റാണ്. ഇപ്പം ക്ലാസ് ക്ലിയറായി. ഓക്കെ, പിന്നെ എനിക്ക് വലുതായിട്ട് ഈ ട്രാവലർ വീഡിയോസ് എടുക്കാൻ അറിയില്ല, പക്ഷെ എന്നാലും ഞാൻ എടുത്തിരിക്കും. അങ്ങനെ തന്നെയാണല്ലേ നമ്മൾ പഠിക്കൽ. അല്ലാണ്ട് ടോപ്പായിട്ടൊന്നും ആരും ചെയ്ത് വിജയിച്ചിട്ടില്ല. ചെറുതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിങ്ങനെ സെറ്റപ്പായി വരല്. ഓക്കെ, സമാധാനമാണ് മെയിൻ. ഓക്കെ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണോ, അല്ലാഞ്ഞാൽ നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ അടച്ചിട്ടിട്ട് കുത്തിരുന്നിട്ട് കാര്യമില്ല. നമ്മളിങ്ങനത്തെ ഓരോ സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചത് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഇങ്ങനെ മലകളും ഈ ഇമാതിരി റിസോർട്ടുകൾ ഇതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. നമ്മളൊന്ന് ജസ്റ്റ് തിങ്ക് ചെയ്ത് നോക്കി. എനിക്കുള്ള കാര്യങ്ങൾ ഇതിൻ്റെ തോട്ടുകളാണ് നിങ്ങൾ പിന്നെ കേട്ടോണ്ടിരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതൊക്കെ പാടെ വീട്ടിലെത്തിയിട്ട് കൂട്ടി യോജിപ്പിക്കും. തുള്ളി എഡിറ്റ് ചെയ്യുക, കട്ട് ചെയ്യുക, അങ്ങനെ ഒന്നുമില്ല. ഇതൊക്കെ പാടെ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ചിട്ട് നേരെ അങ്ങോട്ട് രാത്രിയാകുമ്പോഴത്തേന് ഈ വ്ളോഗ് കയറും. ഓക്കെ, നമുക്ക് ഈ ഒന്നെങ്കിൽ അടിയെന്നോ അല്ലെങ്കിൽ കുറച്ച് മേലേന്നോ നമുക്ക് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ അത്യാവശ്യം കൂട്ടി യോജിപ്പിക്കുമ്പോൾ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ടാവും. ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. ആദ്യമായിട്ട് എഡിറ്റ് കുറച്ച് എഡിറ്റ് വീഡിയോസ് ഇറക്കിയാണ്, പക്ഷേ ഈ ട്രാവലർ വീഡിയോസ് ആദ്യമായിട്ടാണ് ഈ മൊത്തത്തിൽ ഇങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കുന്നത്. ഓക്കെ, എന്താവുന്നൊന്നും അറിയില്ല. ആ അറേഞ്ചാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് നെക്സ്റ്റ് ടൈം ആക്കാം. ഈ വ്ളോഗിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അഥവാ കോട കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കാഴ്ചകളൊന്നും കിട്ടൂല. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഒരു ട്രെക്കിങ് ചെയ്ത് മലൻ്റെ മേലെ വരെ പോയത്. ഓക്കെ, നമ്മളെന്താ രക്ഷപ്പെടാത്ത ആശ്രയം, എത്ര ശ്രമിച്ചിട്ട് എവിടെ എത്താൻ പറ്റാത്ത. കുറച്ചുകൂടി ഉണ്ട് ബാക്കി. അപ്പോൾ ഞാൻ കുറേ ആൾക്ക് വെള്ളം കൊടുത്ത്, ഞാൻ കുറച്ചേ കുടിച്ചിട്ടുള്ളൂ. ഇവിടെ വന്നവർ വെള്ളം മേടിക്കാണ്ട് വരിക ചെയ്യരുത്, പെട്ട് പോവും. അപ്പാര ഹൈറേഞ്ചാണ്, പിന്നെ നല്ല തണുപ്പാണ്, അടിപൊളിയാണ് കാലാവസ്ഥ. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാവരും പോന്നോ. ഇനി നമ്മൾ നെക്സ്റ്റ് കയറാൻ പോണത് അതിൻ്റെ മേലേക്കാണ്. അതിൻ്റെ മേലെ എന്തായാലും നമ്മൾ കയറിയിരിക്കും. ഇപ്പം എന്തായാലും അതിൻ്റെ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് കയറാം, പക്ഷെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഇത് കിട്ടൂല. അവിടെ എത്തുമ്പോൾ ഇതിന് കോട മൂടിപ്പോവും, പിന്നെ നമുക്ക് കാഴ്ചകൾ കിട്ടൂല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ കാഴ്ചകൾ എൻ്റെ ചാനലിലേക്ക് ഇന്ന് കൊണ്ടുവരാത്തത്. നമ്മൾ പിന്നെ ഒരു ദിവസം ആവാം. അത് നമുക്ക് ഇനി കുറച്ച് അപ്പുറത്തെത്തിയിട്ട് വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അത്രയൊക്കെ തന്നെ വ്ളോഗ് ഉണ്ടാവുള്ളൂ. ഓക്കെ, വൈൻഡപ്പ് ചെയ്യാനാണ് തോന്നൂല്ല. എന്താണെന്ന് വെച്ചാൽ അടിപൊളി കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കില്ലേ, പിന്നെ എങ്ങനെയൊക്കെ ഞാൻ വൈൻഡപ്പ് ചെയ്യും. ഇങ്ങനെ ആലോചിച്ച് നോക്ക്, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് നോക്ക്. ചിലപ്പോൾ ഇത് 2 മണിക്കൂറൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് തോന്നുന്നു വ്ളോഗ്. പക്ഷേ നമ്മളിങ്ങനെ യാത്രകൾ ചെയ്താലേ നമ്മളെ സ്ട്രെസ് നമ്മളെ ഈ ആൻസൈറ്റി, ഡിപ്രഷൻ, അങ്ങനത്തെ സാധനങ്ങളൊന്നും എനിക്കില്ലെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് പോവുള്ളൂ. നമ്മൾ ഈ യാത്രകൾ ചെയ്യണം. നമ്മളിങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ചിട്ട് കൂട്ടിയിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ കുറച്ച് ഏതെങ്കിലുമൊക്കെ മലേൻ്റെ സൈഡിൽ പോയിട്ട് കുറച്ചെങ്കിലും നിങ്ങൾ സമാധാനിക്കണം, എന്നാലേ വൈബുള്ളൂ. ഓക്കെ, എന്നാലേ വൈബ് ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ കുറേ ഇങ്ങനെ പണിയെടുത്ത് നടന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ കുറച്ച് മലേൻ്റെ മുകളിൽ കയറിയാലേ നിങ്ങൾക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ. ജീപ്പ് സർവീസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അതാ ഒരു ചെറിയ അരിമണിമാരി കാണുന്ന ആൾക്കാരൊക്കെയാണ്, മനുഷ്യന്മാരാണ്. അതതിൻ്റെ മേലെയുണ്ട്. ഇവിടെ നോക്കിയാൽ കാണൂല.
ഓക്കെ, നമ്മളവിടെ കയറിയുണ്ടെങ്കിൽ എന്തായാലും കോട വന്ന് മൂടും. കോട വന്ന് മൂടിക്കഴിഞ്ഞാൽ നമുക്കൊരു കാഴ്ചകൾ, അതിമനോഹരമായ കാഴ്ചകൾ, എനിക്ക് ഭയങ്കര സങ്കടമായി പോകും. അതിൻ്റെ മേലെ വരെ പോയിട്ട് കാഴ്ചകൾ കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു ഇത് മാത്രം. ഓക്കെ, വേറെ ഒന്നുമില്ല. കുറച്ച് ചൂടാവുന്നൊന്നുമില്ല. എൻ്റെ ഒരു മറ്റേ സ്ട്രാങ്ക് ഇങ്ങനെയാണ്. ഓക്കെ, ഞാൻ അങ്ങനെയാണ് സംസാരിക്കല്. ഓക്കെ, നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളിതാ ഇനിയും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, കുറേ ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സിമ്പിളായിട്ട് ഇറങ്ങാൻ കഴിയില്ല. ഇതൊക്കെ വൈക്കി നിലത്തടിച്ച് വീണ് പോവും. ഓക്കെ, എന്തോ ഒരു പൂവൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇതെന്താ സാധനം? സേവ് ദ ഡേറ്റാ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളൊരു യൂട്യൂബറാ, അനസ് വ്ളോഗ് 21 അടിച്ചാലിനെ കാണാം. അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് കാണണേ, അനസ് വ്ളോഗ് 21. ഇതെന്താ കുട ഒക്കെ ഉണ്ട്? കുട വെറുതെ ആണ്, ഞാനും കുട എടുത്തീനി, പക്ഷേ മഴ പെയ്യില്ലാന്ന് ഒരു ഉറപ്പുണ്ട്. ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോളി. ഓക്കെ, ബൈ. പക്ഷെ അങ്ങനെ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ അടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഇതങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഘട്ടം പൂർത്തിയായി. ഇറങ്ങാൻ ഭയങ്കര സിമ്പിളാണ്, ചാടി ഓടി മറിഞ്ഞാൽ മതി, അടിയിലെത്തിക്കോളൂ. ഗൈസ്, ഇതാണ് നമ്മളെ കക്കാടംപൊയിൽ വ്ളോഗ്. ഓക്കെ, എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യണം, മാക്സിമം ലൈക്ക് ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. ഓക്കെ, ഇതാണ് നമ്മളെ ജീപ്പ് സർവീസ്. ഇതാണ് നമ്മളുടെ ജീപ്പ്. ഈ ജീപ്പിൽ നമ്മളെ സാഹസികമായിട്ട് നമ്മളെ ഈ കയറ്റങ്ങളൊക്കെ കയറ്റി കൊണ്ടുവരും. ഓക്കെ ഗൈസ്, ആ കാണുന്ന മലയേക്കാണ് ഇനി നമ്മളെ നെക്സ്റ്റ് വ്ളോഗ് ഉണ്ടാവുക. എന്തെങ്കിലും ഒരു ദിവസം ആ മല ഞാൻ കയറിയിരിക്കും. അത് കുറച്ച് ഹെവി ടാസ്കസ്റ്റ് മലയാണ്. നിങ്ങൾ പിന്നെ ക്യാമറയിൽ ഓക്കെ, ഹെവി ടാസ്ക് മലയാണ്. ഇത് ഒരാൾ ആ മല കയറി, നിങ്ങൾ മല കയറി വരിക. എങ്ങനെ ഉണ്ടാവും മല? കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എവിടെ സ്ഥലം? സൗത്ത് തന്നെ അല്ലേ? 3 കൂടി. അപ്പോൾ ഒന്ന് അടിയിൽ നിന്ന് മീറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങളൊരു ക്യാമറ നോക്കി ആയി പറഞ്ഞു. ഓക്കെ, ഇറങ്ങിക്കൊണ്ട് നിൽക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അടിപൊളി കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ട് ഇങ്ങനെ ഇറങ്ങാം. ഓക്കെ, അതാ മുന്നിൽ കണ്ടില്ല, ഫുൾ കോടയാണ് വരുന്നത്. അതാ ഈ ഫുൾ കോടകളാണ് ഇപ്പോൾ വരാം, ഫുൾ കോട. കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പോലും പറ്റില്ല. ഞാൻ അത്രയും നേരത്തെ വന്നത് ഈ ഒരു കാരണം കൊണ്ടാണ്. ഈ കോട വന്നു കഴിഞ്ഞാൽ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിയില്ല, മൊത്തം പുക ഇട്ട മാതിരി ഉണ്ടാവും, ഒരു തീയിൻ്റെ നടുവിൽ പോയി നിന്ന മാതിരി. അതിനെക്കാട്ടി നല്ല നമ്മൾ കുറച്ച് നേരത്തെ വരുന്നല്ലേ. അതിപ്പോൾ പിന്നെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ പണി കിട്ടും, നല്ല പണി കിട്ടും. ഇതാ കണ്ടില്ലേ, ചെരിഞ്ഞിട്ടുള്ള ഇറക്കാ. ഗൈസ്, ഇതിൻ്റെ സംസാരം കുറച്ച് മാറാൻ ചാൻസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കയറ്റം മൊത്തം ഞാൻ കയറി പിന്നെ എനിക്ക് തമാശകളൊന്നും പറയാനേ കഴിയൂല. ഓക്കെ, പിന്നെ എനിക്ക് എന്താണെന്ന് വെച്ചാൽ മൊത്തം ഇതാണ്, കുറേ റിസ്ക് എടുത്ത് കയറിയതിനോട് എനിക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്ലാസ് ഒന്നും പൊന്തിക്കാൻ തന്നെ കഴിയില്ല. അപ്പോൾ ഇനിയും കുറേ ഇറങ്ങാനുണ്ട്. നമ്മൾ അടിയിലെത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ പിടിച്ച് വൈൻഡപ്പ് ചെയ്യും കേട്ടോ. കുറച്ച് ആൾക്കാരെയും കൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വ്ളോഗ് ഉഷാറാക്കി വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും കക്കാടംപൊയിലേക്ക് വരണം. പിന്നെ ബൈക്കൊക്കെ ഒന്ന് എടുത്ത് വന്നോളിട്ടോ. ആ 2-3 ബൈക്ക് ഇങ്ങനെ മേലോട്ട് കയറി പോകുന്നുണ്ട്. ഓക്കെ, കുറച്ച് ഉറവുകളൊക്കെ പൊട്ടി വരുന്നുണ്ട്. മലൻ്റെ മേലെ നിന്ന് വരുന്ന ഉറവുകളാണ് ഇപ്പോൾ നിങ്ങളുടെ ക്യാമറയിൽ കാണുന്നത്. ഓക്കെ, മഴക്കാലമായി കഴിഞ്ഞാൽ ഒന്നുകൂടി വൈബാണ് ഈ പ്രകൃതി കാണാൻ. മഴക്കാലം ആയി കഴിഞ്ഞാൽ അളിയാ ഒന്നും പറയാനില്ല. കുറച്ച് ടീം ഇതാ മെയിൻ ഹൈറേഞ്ച് കയറി കുഴങ്ങി അണ്ണിയറിഞ്ഞ് വരുന്നുണ്ട്. പുതിയ റിസോർട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, കണ്ടോ ഗൈസ്, ഇതാ ജീപ്പ് കണ്ടില്ല ഇറങ്ങിപ്പോണേ. അങ്ങനെ ഓരോരോ സെലിബ്രിറ്റീസിനെ പിടിച്ച് ഇങ്ങനെ ജീപ്പ് ഇങ്ങനെ ഇറങ്ങിപ്പോവും. നമ്മളൊരു വ്ളോഗ് ഇട്ടിട്ട് വരെ നമ്മളെ ജീപ്പ് കയറ്റിയില്ല കേട്ടോ. നമ്മൾക്കൊന്ന് ജീപ്പിലൊന്നും കയറണ്ടായി. പിന്നെ കാല് പിന്നെ എന്തിനാ പഠിച്ചോന്ന് നിന്ന് കാലുകൊണ്ട് നടക്കുക. മല പിന്നെ എന്തിനാണ് കാല ജീപ്പ് കൊണ്ടോട്ട് കയറാനാണോ? അല്ല, ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ജീപ്പിൽ പോകേണ്ടവർക്ക് ജീപ്പ് പോകാം. ഓക്കെ, ഇനിയിപ്പോൾ ആരും ജീപ്പ് പോകാണ്ടൊക്കെ ഉണ്ടാ, ജീപ്പ് പോയിക്കോ. ഓക്കെ, നടന്ന് കുഴങ്ങും. പിന്നെ നടക്കാന്ന് പറയുമ്പോൾ ഒരു വ്യായാമമാണ്. മലയൊക്കെ ശരിക്കും നടന്ന് കയറണമെന്നാണ്. ഓക്കെ, അങ്ങനെയാണ് പണ്ടുള്ളവർ പറയാം. ഗൈസ്, ഇതാണ് നമ്മളിവിടെ കക്കാടംപൊയിൽ റിസോർട്ട് വരുന്നത്. ഇവിടെ ഇഷ്ടംപോലെ റിസോർട്ടുകളാണ്.
കണ്ടില്ലേ? അവിടെ എന്തോ മൈക്ക് വെച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ടില്ലേ? മാക്സിമം എൻജോയ് ചെയ്യുക. ഫാമിലിയൊക്കെ ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വിസിറ്റ് ചെയ്ത് 2 ദിവസമൊക്കെ കൂടി അടിച്ച് പൊളിച്ച് പോവാം. ഓക്കെ, സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. ഐസ് ഒരു ജീപ്പ് അതാ കയറി പോണോ? ഐസ് കണ്ടില്ലേ? ബൈക്ക് കയറി പോണ കണ്ടില്ലേ? പക്ഷേ ഈ ബൈക്കൊന്നും അധികം കയറൂല. എടാ ബൈക്ക് കയറൂല. അവിടെ എത്തുമ്പോഴത്തേന് നിങ്ങളെ രണ്ടും ഇല്ലാത്ത രീതിയിലാവും. അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്ത രീതിയിലാവും. ഓക്കെ, ഇത് വ്ളോഗാ. നീ ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞോ. പേരെന്താ? റൈബ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോസിലുണ്ടാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അടിയിലെത്തി. ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. കുറച്ച് സെയിൻറ്റേഴ്സുകളെ കൊണ്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യിപ്പിക്കാൻ പോവാണ്. ഓക്കെ, പേരെന്തായിരുന്നു? ജിനിൻ. അപ്പോൾ എന്നാൽ ക്യാമറ നോക്കി ഒരു ആയി പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ലൈക്ക് ചെയ്യണം. നമ്മൾ മറ്റേ മലയും കൂടി നമ്മൾ ഓരോ ദിവസം വന്ന് കയറുന്നതാണ്. അപ്പോൾ ഇത്ര തന്നെ വീഡിയോസ് ഉള്ളൂ. അപ്പോൾ അടിപൊളി ട്രാവലർ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. ഓക്കെ, ടാറ്റ. പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, മഴ പെയ്ത് ഇവിടെ ഇറങ്ങിയപ്പോഴാണ് മഴ പെയ്ത്. ഇതാ ഇതൊക്കെ മഴ പെയ്താണ്. ഓക്കെ, ടീം വൈൻഡപ്പ് ചെയ്ത ടീം അതാ പോണം. ഓക്കെ, ലാസ്റ്റ് ഞാൻ തന്നെ വൈൻഡപ്പ് ചെയ്തോളാം. അപ്പോൾ നാളെ അടിപൊളി വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ കുറച്ച് ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. സംഭവം ഒക്കെ പാടെ കൂട്ടി യോജിപ്പിക്കണം. ഞാൻ എന്തോ അത് തന്നെയാണ് നിങ്ങൾ. ഐസ് നമ്മളിതാ കോട്ടൊക്കെ ഇട്ടാണ്. ഇനി കോട്ടൊക്കെ ഇട്ട് നാട്ടിലേക്ക് പോകാൻ പോവാണ്. ഇത് വീട്ടിലെത്തിയിട്ട് കൂട്ടി യോജിപ്പിച്ച് എഡിറ്റ് ചെയ്യും. കുറച്ച് മ്യൂസിക്കൊക്കെ ചിലപ്പോൾ മ്യൂസിക്കൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യണം. നമ്മൾ ഇങ്ങനത്തെ അടിപൊളി വീഡിയോസ് ഇറക്കുന്നതാണ്. മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ഫോണൊക്കെ നനയും. ഓക്കെ, അപ്പോൾ എന്നാൽ ഇനി ഞാൻ നാട്ടിലേക്ക് പോവാണ്. മഴ പെയ്തതിനോട് ഇനി നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പോവാണ്. അപ്പോൾ ഈ വീഡിയോസ് വീട്ടിലെത്തിയിട്ട് ഒറ്റ കൂട്ടി യോജിപ്പിക്കലാണ്. ഓക്കെ, ടാറ്റ. ഗൈസ്, കിടില മഴയാണ് കേട്ടോ. കിടില മഴ എന്ന് വെച്ചാലുണ്ടല്ലോ ഒരു രക്ഷയില്ല. ഞാനാണെങ്കിൽ കുട എടുത്ത് മല കയറുമ്പോൾ മഴ കിട്ടിയില്ലെങ്കിലും ഇത് വൈൻഡപ്പ് ചെയ്തിട്ടാണ് ഈ മഴ കിട്ടുന്നത് കേട്ടോ. ഇത് ഞാൻ രണ്ടാമതാണ് വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐസ് ഇപ്പം മഴയൊക്കെ പെയ്ത് ഇതിൻ്റെ ഗ്ലാസിൻ്റെ മുകളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവും കിടില മഴയാണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ലൈക്ക് അടിക്കണം. മഴത്താണ് നമ്മൾ കറക്റ്റ് കോട്ടും എല്ലാം എടുത്തതിനോട് രക്ഷപ്പെട്ട്. ഇതിപ്പോൾ ഞാനൊരു പമ്പിൽ നിന്നാണ് വ്ളോഗ് എടുക്കുന്നത്. പുറത്തൊക്കെ നല്ല മഴയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത്രയുള്ള വീഡിയോസ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചെവിയൊക്കെ അടഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞാൽ എനിക്ക് തന്നെ കേൾക്കുന്നില്ല. വീട്ടിലെത്തിയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ ഇങ്ങനത്തെ വീഡിയോസ് ഇറക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും സ്റ്റേ ട്യൂൺ. ഈ കൂടരിഞ്ഞത് മഴ കിട്ടീന്. ഇതുവരെ മഴക്കൊരു ശമനവും വന്നില്ല. അപ്പോൾ ഈ വീഡിയോസ് ചിലപ്പോൾ ഇന്ന് ഡെയിലി വ്ളോഗിൽ ഇന്ന് ഈ വ്ളോഗ് കയറാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഈ മഴ കാരണം ഒന്ന് കയറാൻ കഴിയില്ല. അതിനോട് ചിലപ്പോൾ നാളെ 5 മണിക്ക് ഈ വ്ളോഗായിരിക്കും ഇടാൻ പോണത്. ഓക്കെ, അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് തരണം. ഓക്കെ, ഒന്നും പറയാൻ കഴിയില്ല. കറക്റ്റ് ഫുള്ള് നനഞ്ഞ് ഫുള്ള് മഴ. പുതിയ ഡ്രസ്സ് വരെ നനഞ്ഞ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ പെയ്യുമെന്ന്. ഇത് അതിൻ്റെ കൂടെ ഞാൻ കയറ്റുന്നുണ്ട്. വൈൻഡപ്പ് ചെയ്ത വ്ളോഗാണ്. അപ്പോൾ ഇത്ര തന്നെ വീഡിയോസ് ഉള്ളൂ. അപ്പോൾ നാളെ അടിപൊളി വീഡിയോസായി വരുന്നതാണ്. ഓക്കെ, ഇത് ചിലപ്പോൾ ഞായറാഴ്ചയ്ക്ക് ഇടുക. ഇന്ന് എഡിറ്റ് ചെയ്ത് സെറ്റായി കഴിഞ്ഞാൽ ഇന്ന് തന്നെ കയറ്റും.